നിങ്ങൾ ഞമ്മളെ ചന്ദ്രനെ മുഴുങ്ങിക്കളഞ്ഞല്ല. ഓനെ നോക്കി നടത്താനല്ലേ ഞമ്മളിവിടെ ഇരിക്കുന്നത്. മുഴുങ്ങിന്നോ? ഏടാ ദേ നിങ്ങൾ നോക്കി വളർന്ന് വളർന്ന് വരുന്നത് കണ്ട. ഓനൊരിക്കലും ശരിക്കൂല. ലക്ഷപ്രജാപതി വിചാരിച്ചിട്ടായില്ല, പിന്നല്ലേ നിങ്ങൾ ചെയ്യിപ്പിക്കണത്. ലക്ഷപ്രജാപതിയോ? ഓനേതാ? അപ്പൊ നിങ്ങൾക്കൊക്കെ അത് അറിയൂല. എന്നാ കേട്ടോളി, ഇരിക്കും. പണ്ട് പണ്ട് ലക്ഷപ്രജാപതി എന്നൊരു രാസാവുണ്ടായിരുന്നു. ഓൻ്റെ വീടൊരു പെറ്റി. 1 2 അല്ല, 27 കുഞ്ഞുങ്ങൾ, 27 പെമ്മക്കൾ. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 പേരുകളും രാസാവ് ഒരുക്കിട്ട്. പെൺകുട്ടികൾ കൂട്ടുപിരിയാതെ കളിച്ച് ചിരിച്ച് വളർന്നു. ഒരിക്കൽ വിവാഹപ്രായമായി. രാസാവ് ഒരിക്കൽ പറ്റിയ വരന്മാരെ തേടാൻ തുടങ്ങി. ഇതറിഞ്ഞ കുട്ടികൾ ബേജാറായി. വിവാഹത്തോടെ അന്യോന്യം പിരിയേണ്ടി വരുമല്ല എന്നോർത്തായിരുന്നു ഓരുടെ ദുഃഖം. അന്യോന്യം പിരിയാതിരിക്കാൻ ഓരോരു ഉപായം കണ്ടെത്തി. എല്ലാവർക്കും കൂടെ ഒരു ഭരനെ കിട്ടാൻ എന്ത് ഭംഗി എന്ന് ഓരാലോചിച്ചു. കന്യകമാരുടെ ഈ പൂതി ആകാശത്തുദിച്ചു നിന്ന ചന്ദ്രനറിഞ്ഞ് 27 പേരെയും വിവാഹം ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് ചന്ദ്രൻ കന്യകമാരെ അറിയിച്ചു. സന്തോഷവതികളായ കന്യകമാര് ഈ വിവരം പിതാവിനെ അറിയിച്ചു. ലക്ഷപ്രജാപതി ഇക്കാര്യം ചന്ദ്രനുമായിട്ട് ആലോചിച്ചു. 27 പേരെയും ഒരുപോലെ കരുതി സ്നേഹിച്ചു കൊള്ളാമെന്ന് ചന്ദ്രൻ സമ്മതിച്ചു. ചന്ദ്രൻ്റെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ദക്ഷൻ അവരെ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞതോടെ ചന്ദ്രൻ്റെ മട്ടുമാറി. സദാസമയവും രോഹിണിയോടൊപ്പമായി. മറ്റ് 26 പേരും തീരാ ദുഃഖത്തിലുമായി. പുത്രിമാരുടെ ദുഃഖമറിഞ്ഞ ദക്ഷൻ കോപാകുലനായി. നീ അനുദിനം ക്ഷയിച്ചു പോട്ടെ എന്ന് ചന്ദ്രനെ ശപിച്ചു. അന്നു മുതൽ ചന്ദ്രൻ ക്ഷയിച്ച് 15 ദിവസം കൊണ്ട് ചന്ദ്രക്കലയായി മാറുന്നു. പിന്നെ അടുത്ത 15 ദിവസം കൊണ്ട് വളർന്ന് 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 പൂർണ്ണചന്ദ്രനായി മാറുന്നു. അതാ ഞാൻ പറഞ്ഞത്, അനക്ക് എൻ്റെ ചന്ദ്രനെ ശയിപ്പിക്കാനൊന്നും പറ്റൂല. അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ. എന്താ റബ്ബേ? ആരാത്? എന്റെ കുയിലിനെ കൊണ്ട് വന്നതാ? തുറക്ക് ചെയ്താനെ, നേരം പോക്കാതെ. അത്യാവശ്യ കാര്യ. ഓൻ്റെ ഒരു കുയില. അതിനകത്ത് ആരേലും ഉണർന്നിട്ട് വേണ്ടേ? ബാങ്ക് വിളിച്ചിട്ട് വാ. ബലാലെ ബാം വായിൽ ഉറയ്ക്കും. ഇല്ല എന്റെ പല്ലി അടിച്ച് കഴിക്കും. എന്താ തുറച്ചു നോക്കുന്നത്? അന്റെ മുഖം ഇപ്പൊ അനക്ക് കിട്ടും. വേഗം ചെല്ലു, ഉറങ്ങാനും സമ്മതിക്കൂല. ഇറമുള്ളാനാ മുക്രി. വായിൽ ഉറക്കണേ. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് കിടക്കുന്ന അറയിലേക്കാണോടാ പാഞ്ഞു വരുന്നേ? ഓന്റെ ഒരു തട്ടലും മുട്ടലും.
വേഗം പോയി ബാങ്ക് കൊടുക്ക്. പറയടാ, എന്താ കാര്യം? ഒരു ജിന്ന്. ജിന്ന? ഏടേ കളവന് നൊസായോ? വലിയ തങ്ങളുടെ ജാറത്തില് ഞാൻ കണ്ടതാ. കുമ്പിട്ടാ കിടക്കുന്നത്. അതുകൊണ്ട് മുഖം കാണാൻ കഴിഞ്ഞില്ല. പനംകൊല പോലത്തെ മുടി, അതങ്ങനെ നീണ്ടു കിടക്കുക. ഞാനൊന്നേ നോക്കിയുള്ളൂ. ജീവനുണ്ടോടാ? അല്ലാഹു അലം. പിന്നെ എന്ത് കണ്ടിട്ടാടാ ഇങ്ങോട്ട് പാഞ്ഞു വന്നേ? നാശ ആറ്റേ ഈ കുപ്പായം എടുത്താന്ന് പല്ലേക്കലും കത്തലടക്കലൊക്കെ തിരിച്ചു വന്നിട്ടാ. നീ ഇത് ആരോടെങ്കിലും പറഞ്ഞിനാ? ഇല്ല. എന്നാ ഇത് ആരോടും പറയല്ലേ. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോട്ടെ, എന്നിട്ട് നമുക്ക് പോയി നോക്കാം. നീ വേഗം പോയി ബാങ്ക് കൊടു. നിങ്ങൾ പല്ല് തേക്ക്. പിരാന്ത് വർത്താനം കേട്ട് പായണ്ട. ഇപ്പൊ ചായ കൊണ്ടുവരാം, കുടിച്ചിട്ട് പോവാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തൊട്ട് നോക്കടാ, ചൂടുണ്ടോന്ന്. ഉണ്ടുണ്ട്. ഓ, പെണ്ണുങ്ങളെ തൊടല് ശരിയല്ല. ഈ പോയ ബാപ്പു കിണാറിനോട് പൊക്കിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഓ, ബോധം വന്നോ? ഇല്ലോളി. വലത്തേ കൈയിന്റെ മോളിൽ ഇതങ്ങ് കെട്ടിക്കൊടുക്കും. കാണാമല്ലോ ഏത് ഇബിരിത്തോ ജിന്നോ ഇറങ്ങി പോവാത്തതെന്ന്. ചൂടുണ്ടല്ലോ, അത് മതി. അല്ലേ പിന്നെ പോലീസും ആസ്പത്രിയൊക്കെ ആയിട്ട് മെനക്കേടാകും. ബോധം വന്നേ. റബ്ബേ, എൻ്റെ കൃപ. വല്ല ഭർത്താനം പറഞ്ഞ? ഇല്ല, കണ്ണു തുറന്ന് ചെറിയൊന്ന് കോട്ടിയിട്ടേ ഉള്ളൂ. മന്ത്രിച്ച് കെട്ടിയ ചരടിന്റെ കൊണ പൊക്കി കുറച്ച് വെള്ളം കൂടെ ഒരു പാത്രത്തിലെടുക്ക്. ഞാൻ അതും കൂടെ മന്ത്രിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് വായിൽ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നാ മതി. നോക്കിക്കോ, എല്ലാം മണിമണിയായിട്ട് പറയും. ഓളിൻ്റെ പുരേ നിൽക്കട്ടെ. വർത്താനം വല്ലതും പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. വിശേഷം എന്തെങ്കിലും ഉണ്ടാ? സാരൂല, നമുക്ക് ആ പരുത്തി പേറ്റിച്ചിനെ വിളിക്കാം. പരുത്തി പറഞ്ഞാ പിന്നെ ഒരു മാറ്റവും വരൂല. നിങ്ങളെന്താ ഇങ്ങനെ മണത്തോണ്ട് കിടക്കുന്നു? നേരം പോക്കാതെ പരുത്തി പേറ്റിച്ചിനെ വിളിച്ചോണ്ട് വാ. ആടെ ആരാ വന്നേ നോക്ക്. അപ്പു എന്തെന്ന് പണിക്ക് പോയില്ലേ? 9:30 കണ്ണൻ്റെ അവിടെ ചായ കുടിക്കാൻ ചെന്നപ്പോ ഓറ് പറഞ്ഞറിഞ്ഞേ മയ്യത്ത് കേട്ട് ലീഡൊക്കെ എടുത്തെന്ന്. എങ്കിൽ പിന്നെ വിശേഷം അറിയാന്ന് വെച്ച് വന്നതാ. ഞാൻ പോവാ. എടുത്തിയേ, ഞാനിപ്പോൾ പോവാം, പിന്നെ വരാം. അപ്പോൾ ഓറ് പറഞ്ഞേ നേരാ. വലിയ തങ്ങളെ ജാറും പുറത്ത് ഒരു പെണ്ണ് അടിമ കിടന്നു എന്നും ഓളെ കണാരേട്ടൻ്റെ പുരയിലാക്കിന്നല്ല കവലെ പറയുന്നു. നമ്മളെ കൂട്ടറാ. പല്ലയിച്ച് മന്ത്രിച്ച് വെള്ളം കുടിച്ചാ എന്നാലെന്തെങ്കിലും കൈക്ക് വയറ് കാളണ്ട. നിങ്ങൾ കഴിച്ചോളി. അതൊന്നും പറ്റൂല. ഇപ്പൊ ഇനി ഒരാൾക്ക് മാത്രം പോരില്ല. കൈക്ക് മാണ്ട, പെരട്ടി വരും, പയ്യെ കഴിക്കാം. നോമ്പിന്റെ കാലം വരുന്നല്ലേ ഉള്ളൂ. എനിക്കെന്താ ഇപ്പോഴേ തുടങ്ങിയ? ഇത് കൈക്ക് മതിയാക്ക്. നിങ്ങളൊരു ശൃംഗാരം. ദേ ബാപ്പു കാണാനും വരുന്നു. ആ ഓളെന്തെങ്കിലും പറഞ്ഞോടാ കാണാരാ? ഓക്ക് പള്ളയിലുണ്ട്. അതങ്ങനെ ഈ അറിഞ്ഞ്? ഓള് പറഞ്ഞതാണ്? ഏയ്, ഓളൊന്നും പറഞ്ഞില്ല. പരുത്തി പേറ്റിച്ച് വയറ് തടവി നോക്കി പറഞ്ഞതാ. പോയത്തരം പറയാതെ വയറ്റേ തപ്പി നോക്കിയാ ഗർഭം ഉണ്ടോന്ന് നോക്കുന്നത്. പരുത്തിക്ക് തെറ്റൂല.
അതിനെന്താ ചെയ്താനെ? വയറ്റിലുണ്ടെ അവള് പറട്ടെ. പേരെടുക്കാൻ ഈ നാട്ടിൽ ആളില്ലാണ്ടായിട്ടില്ലല്ലോ. കണാര ഈ ഓളോട് ചോദിച്ചാ? ഇല്ല, ഒക്കെ എപ്പോഴും കരച്ചല, പേര് പോലും പറയുന്നില്ല. ഈ ബേജാറാവണ്ട, ഇപ്പം പുരയിലേക്ക് അല്ലേ. ഓളോട് വിശേഷങ്ങൾ ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. ഇനി എൻ്റെ പേര് ഞങ്ങളോട് പറ. പറ മോളെ, തങ്ങള് വലിയ ദേശക്കാരനാ, വേഗം അങ്ങ് പറഞ്ഞോട്. എനിക്ക് സഹായത്തിന് ഞാളുണ്ട്. ഇനി എൻ്റെ പേര് പറ. നീലി. ഫസ്റ്റ് പേര് എനിക്ക് പെരുത്ത് പിടിച്ച്. എൻ്റെ കെട്ടിയോനാടെ? കെട്ടിയോനില്ലാതെ പള്ളയിലുണ്ടാകുക. നേര് പറഞ്ഞോ, എൻ്റെ ബൈറ്റിലുള്ളത് ആരുടെയാ? നേര് പറഞ്ഞോ, തങ്ങളൊരു വയ്യുണ്ടാക്കും. പോലീസുകാർ പിടിച്ചോണ്ടുപോയി. കള്ളനാ? അല്ല, പിന്നെ? നെക്സല. അപ്പൊ കൊല്ലും കൊലയൊക്കെ ഉണ്ടല്ലേ? അയ്യോ, ആള് പാവാ. പോലീസുകാർ കള്ളക്കേസ് ഉണ്ടാക്കിയതാ. അതൊക്കെ നീ വെറുതെ പറയുന്നതല്ലേ. പോലീസുകാരുടെ കൈ കിട്ടിയാലത്തെ കാര്യം അറിയാലോ. ഉരുട്ടിക്കൊലയുടെ കാലല്ലേ. ഈ ബേജാറാകണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എടാ തിരുമേനെ, ഈ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്ക്. എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാ നിന്റെ പേര് പറഞ്ഞു. എന്നെ വിടല്ലേ, ഓരെന്നെ എന്റെ പള്ളേനുള്ളതിനെയും കൊല്ലും. എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കല്ലേ. കൊണാര, ഓളിയുടെ തന്നെ നിൽക്കട്ടെ. ഈ അലമേൽ ബൈത്തിത്തെടുത്ത് ഇവിടെ കൊണ്ടുപോയി കാണിക്ക്. ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞാൽ മതി. കണ്ട പെണ്ണുങ്ങളെല്ലാം കറുപ്പം താങ്ങല അങ്ങക്ക് പണി. വലിയ തങ്ങളുടെ ജാറത്തിൽ അടിമ കിടന്നുണ്ടല്ലേ. നമ്മളല്ലാതെ നാട്ടിൽ പിന്നെ ഓക്കാരാ? അടിമ കിടന്നവരെയൊക്കെ പോറ്റാൻ തുടങ്ങിയ പിന്നെ വെച്ചും വിളമ്പി മകത്തുള്ള ഒരു പൊറുതി മുട്ടൂല എന്റെ റബ്ബേ. വയറ്റിലുള്ള പെണ്ണായോണ്ടല്ലേ അവൻ കെട്ടിയവനില്ലാതെ. എന്താ ഓള് തേവിടിച്ചിയ? ഏയ്, കണാറിന്റെ വീട്ടിൽ കർമ്മൂസ് പോരം ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. വീട്ടിലിരിക്കുന്നവർക്ക് അതൊക്കെ അറിയാ. അതും ഇതും ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കറമൂസ കഴിച്ച ഗർഭാലസ് പൊക്കി അതെങ്ങാനും കറി വെക്കുമോ എന്തോ. ഓരതെങ്ങാനും ആ പെണ്ണിന് കഴിക്കാൻ കൊടുത്താ ഷടാ. അക്കാര്യം കണാറിനോട് പറയാൻ വിട്ടുപോയി. നീ കിടന്നോ, ഞാനിപ്പോൾ വരാം. അതിരുവാന കണാറിൻ്റെ വീട്ടിലേക്ക് അയക്കാം. താമസിച്ചാൽ കുഴപ്പമാവും. അതിരുമാനെ, ഈ ഇടന്ന് ഉറക്കായോ? ഡാ നായ, നീ ഒരു കാര്യം ചെയ്യ്. പാപ്പക്കടാറിന്റെ പെര വരെ വേഗം ചെല്ല്. എന്നിട്ട് ഓനോടൊരു കാര്യം പറ. കറമൂസ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വന്ന ആ പെണ്ണിന് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞയച്ചു എന്ന്. എടാ എനിക്ക് തിരിഞ്ഞ? എടാ ശൈത്താനെ, നമ്മളൊരു പെണ്ണിനെ ബാപ്പുക്കണാറിന്റെ പുരയിലാക്കിയില്ലേ. ഓക്ക് ബൈറ്റിലുണ്ട്. എന്തുണ്ട്? ആ അത് തന്നെ. കറമൂസ തന്നാ ഗർഭം അലസിപ്പോവില്ലേ. അതുകൊണ്ട് ആ പെണ്ണിന് കറമൂസ പച്ചയ്ക്കോ കറി വെച്ചോ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞയച്ചു എന്ന് കണാറിനോട് പറ. തിരിഞ്ഞ എനിക്ക്? കണാരേട്ടൻ ഉറങ്ങിയ ഒരു സംഗതി പറയാനുണ്ട്. വേഗം വാതിൽ തുറക്ക്. എന്താ? ഇനി പോയി കണാറിനെ വിളിക്ക്. മൂപ്പരൊർക്ക എറാക്കിന്റെ കെട്ടുവിടാണ്ട് എണീപ്പിക്കാന്ന് വിചാരിക്കണ്ട. വന്ന സംഗതി പറ. പുതുതായി വന്ന പെണ്ണിന് കറമൂസ കൊടുക്കല്ലേ. നിങ്ങളോട് പറയാൻ തങ്ങൾ പറഞ്ഞയച്ചതാ. കൊടുത്താ കറുപ്പം പോവും. എന്നാ ഞങ്ങള് പോട്ടെ. ഞാൻ പോന്നു. ഒച്ച ഉണ്ടാക്കി ആളെ എണീപ്പിക്കാതെ. ഇത് ഞാനാ. ഇങ്ങോട്ട് കിടക്ക്.
കടശിപ്പാത്തു പോയി കിടന്നുറങ്ങ. രാവിലെ എണ്ണീറ്റ് അടുക്കളയിൽ പണിയുള്ളതല്ലേ. ആടെങ്ങാനും എന്നെ കുയിരനെ കണ്ടോ? നിങ്ങളുടെ കുതിര ചത്തുപോയില്ലേ? ഇനിയും കുതിരയെന്ന് പറഞ്ഞ് കരയാതെ കിടന്നുറങ്ങ. എന്റെ കുയിര ചത്തോ? ആ, അത് ചത്തുപോയി. നിങ്ങളല്ല എന്നെ കൊണ്ടേ കളഞ്ഞത്. കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പോവാ. എനിക്ക് എന്റെ കുയിരനെ കാണണം. പോ, ഏത് ജനത്തിലെങ്കിലും പോ. നെയ്യപ്പത്തേൽ ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ എന്റെ ചാച്ചാ? ആറ്റുബിന്റെ പള്ളയിലുള്ളതാണോ പെണ്ണോ എന്ന് വേഗം പറ. എന്നിട്ട് വേണം പുറത്ത് ആണുങ്ങളോട് പറയാൻ. ഓരെവിടെ സുപ്രിയടം തിരക്ക് കൂട്ടുന്നുണ്ട്. ഇത് പെണ്ണാ? പെണ്ണ് പെണ്ണ് നറുനില പൂമോളല്ലേ, മധുവർണ്ണ പൂവല്ലേ, മധുര 17 നീലി ബന്നില്ലേ? ഓള് വരുന്നേ ഉള്ളൂ. പൊക്കിയും കൂടുണ്ട്. ഓടെ കാര്യത്തിനൊരു കുറവ് വേണ്ട. നിക്കി പൈക്കുന്നു. എന്നാ പിന്നെ സൂപ്പറേഡ്. എന്താ എത്ര താമസിച്ചേ? വായിക്കുന്നില്ലേ? മാണ്ടി എന്താ വെച്ചാൽ വാങ്ങി കഴിച്ചോ? വൈദ്യത്തെ കാണാറുണ്ടോ? ഉണ്ട്. പറയുന്ന പോലെ കേൾക്കണം. ഒന്നിനും ഒരു കുറവ് വരുത്തരുത് കേട്ടോ കണാരാ. ഓ എന്നാ ഇപ്പൊ ചെല്ല. എന്തിനാ ഈ ഇടങ്ങേറെല്ലാം വലിച്ചു വെക്കുന്നേ? ഊരും ജാതിയൊന്നും അറിയാത്ത പെണ്ണ. നാളെ പുലിവാലാകണ്ടെന്ന് വിചാരിച്ച് പറയുന്നതാ. നിങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ? വലിയ തങ്ങളുടെ ജാറത്തിൽ ഏതൊക്കെ ജാതിക്കാരും ഭാഷക്കാരും ആ വരുന്നേ? വല്ലവരും വിളിച്ചിട്ടാണോ അന്വേഷിച്ച് പിടിച്ച് ഇട വരുന്നേ? പിന്നെ ഓളാണേ ഗർഭക്കാരത്തി. ആയുസുണ്ടേ കിടക്കട്ടെ. വയലിലും പറമ്പത്തും പണിക്ക് ആളും വേണ്ടേ? ഇത് അത്തറിന്റെ കുപ്പികളാ, പോരുമ്പോ കൊണ്ടുവന്നു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. പാത്തോ അങ്ങ് വാങ്ങി വെക്ക്. നാളെ തന്നെ പോണം. ഒരുപാട് പണിയുണ്ട് അവിടെ. ആടെ സുഖാണോ? നല്ല ഏലമൊക്കെ പോയി. ഇപ്പൊ ഒക്കെ പുതുപ്പണക്കാരാ. ഷെയ്ക്കുമാരും മാറി. പഴയ മെച്ചമൊന്നുമില്ല. എന്നാലും ബിസിനസ് അല്ലേ എന്ന് വിചാരിച്ചു തുടരുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ക്ഷീണിച്ചോ? ഇരിക്കുമ്പോഴാ പ്രയാസം. നിൽക്കോ നടക്കുവാണെങ്കിൽ അത്രയില്ല.
കിടക്കാനും സമയം കിട്ടിയില്ലല്ലോ, അതാ. അങ്ങനെ ആവും കഴിഞ്ഞു. അമ്പല കമ്മിറ്റിക്കാർക്ക് ആഹാരമൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഓരുടെ കാര്യത്തിലായിരുന്നു എനിക്ക് പേടി. പച്ചക്കറിയിലേ ഓർക്ക് പറ്റൂ. ഇബ്രാഹിം വന്നോണ്ട് എനിക്കൊരു സഹായമായി. ഇന്നെ കാണാൻ ഇബ്രാഹിം വന്നിനി. വേണ്ടെന്ന് പറഞ്ഞിട്ടും കുറെ അത്തന്റെ കുപ്പൽ കടശിപ്പാത്തൂനെ ഏൽപ്പിച്ചിട്ടാ പോയെ. സേവ പിടിക്കാനാവും. ഓനാടെ എന്തൊക്കെയോ കുഴപ്പം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഷേഖിൻ്റെ ആൾക്കാരിൻ്റെ അടുത്ത് വന്നിരുന്നു. ഓരെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഓൻ്റെ ആടം വരെ പോണ്ടി വരുമോന്നാ. കാലാണേൽ അത്ര നല്ലതല്ല. പോണ്ട, പിന്നെ എനിക്ക് ഇവിടെ ആരാ? പകല് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്ഷീണിച്ചല്ലേ. അതും ഇത് ആലോചിച്ച് ആറ്റ ഉറക്കം കളയണ്ട. സമാധാനമായിട്ട് പകിടന്നുറങ്ങി. കൂടെ ഞാനുണ്ടല്ലോ. ഒരു ചായ. വെള്ളം ഒന്ന് കുറച്ചോട്ടെ. എറമുള്ളാനിക്ക, ഞാൻ എത്തിപ്പോയി. എന്തിനാ ചെയ്താനേ നീ ഇവിടെ വന്ന്? ആരെയും എന്നെ വിളിച്ചോ? ഞാൻ എൻ്റെ കുതിരനെ നോക്കി നടന്നതാ, എങ്ങും കണ്ടില്ല. നടന്ന് തളർന്നു. എറമുള്ളാനിക്ക, എനിക്ക് കൂടെ ഒരു ചായ മേടിച്ചതാ. 2 ചായ. അതിന് ആദർമാനിപ്പോ എന്താ ഒരു കുറവ്? മംഗലം കഴിച്ചാലും കോളടിച്ചില്ലേ? 2 വീടന്മാരും ഒരു ഗർഭം വെറുതെ. അതിനിപ്പോ ഞാൻ ആരുടെ ഗർഭം അവന്മാരെ കണ്ട താങ്ങുന്നേ? പിന്നെ കാണാറിന്റെ അടുത്തേക്ക് നോക്കി ആരാ ഗർഭം ഉണ്ടാക്കിയ? നീയോ അതോ തങ്ങളോ? അതിനിപ്പോ നിങ്ങളെന്തിനാ തങ്ങളെ കൊണ്ട് പറയുന്നേ? വലിയ തങ്ങളുടെ ജാറത്തിൽ അടിമ കിടക്കുന്നത് ആരായാലും ഓരെ സഹായിക്കുന്നത് അറക്കത്തങ്ങന്മാരുടെ പതിവാ. അതാ ഓളെ കണാറിന്റെ പുറയിലാക്കി. ഗർഭമെന്നറിയുന്ന പിന്നെയല്ലേ? പഴയ തുണികളുണ്ടേ കൊടുക്കണമെന്ന് ബീവിയോട് പറയാൻ പൊക്കി പറഞ്ഞു. ആ വന്ന പെണ്ണിന്റെ മാസം എടുത്തിരിക്കുമല്ലേ, അതാ പൊക്കിക്ക് വെപ്രാളം. ഓളെ നോക്കി ആരും ഇതുവരെ വന്നില്ലേ? ആര് വരാനാ? ഉണ്ടായിരുന്ന ഒരുത്തിനെ പോലീസ് പിടിച്ചോണ്ടായിരുന്നല്ലേ ഓള് പറയുന്നേ. പിന്നെ ചോദിച്ചാലും ഒന്നും പറയൂല. എണ്ണയോ കോയമ്പോ തുണിയോ എന്താന്ന് വെച്ചാ കൊടുക്ക്. ഓശാരെന്ന് പറഞ്ഞ് ഓരോരുത്തർ എന്തൊക്കെയാ കൊണ്ടുപോന്നേ. പിന്നെ ഇത് പൊക്കിന്റെയും കൂടി കാര്യല്ലേ. ഓർക്കും വീട്ടിൽ നല്ല ബുദ്ധിമുട്ട് കാണും. ഓര് നയിച്ചുണ്ടാക്കുന്നോണ്ട് വേണ്ടേ കഴിഞ്ഞുവിടാൻ. എല്ലാറ്റിനും കൂടി പൊക്കി ഒരാളല്ലേ ഉള്ളൂ. അതാ ഓള് നേരത്തെ പറയുന്നേ. നിനക്കിതൊന്നും വേണ്ടേ? വിധിച്ചിട്ടില്ലായിരിക്കും. അല്ല പിരാന്തനും രാത്രി മുഴുവനും ശത്രു കുതിരനെ അന്വേഷിച്ച് നടക്കണം. ആരാ ഇത്? ഞാനാ. വരി. ഇനിയും ആണോ? ഇനി കിടന്നോ? അയ്യോ. വാതിൽ തുറക്ക്. എന്താ?
പോണം. എങ്ങോട്ടാ? എന്റെ കുയിര നാം പോണു. പോട്. പാതിരയ്ക്ക് വന്നിരിക്കുന്നു പിരാന്ത്. ആറ്റെ ആറ്റെ എണീക്ക്. സുബഹി ബാങ്ക് കേൾക്കുന്നില്ലേ? പല്ലിയേച്ച് മന്ത്രിച്ച വെള്ളം കുടിക്ക്. ഞാൻ പള്ളി പോയിട്ട് വരാം. നിങ്ങൾ പിരിവിന് വരുമ്പോഴാ ഒരു കൊല്ലം കഴിഞ്ഞു ഒന്ന് തിരിയുന്നത്. ഇനി 1-2 ദിവസത്തേക്ക് അമ്പലപ്പറമ്പിൽ ഒരു ഒച്ചയനൊക്കെ കേൾക്കാമല്ലോ. എന്തൊക്കെയാ തവണത്തെ പരിപാടികൾ? പഴയ പോലൊന്നും അല്ല തങ്ങളെ കാര്യങ്ങളൊക്കെ. പരിപാടിയൊക്കെ പിള്ളേർ സെറ്റാ തീരുമാനിക്കുന്നത്. നമുക്കും അതാ നല്ലത്. ചെലവിനുള്ള പണമൊക്കെ ഒരു പിരിച്ചോളൂ. രസീത് കുറ്റിയും കൊണ്ട് പോകുന്നതല്ലാതെ ഇവിടുന്ന് പിരിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. തങ്ങൾ കാണാറുള്ളതാണല്ലോ ഞങ്ങൾ കിടന്ന് നെട്ടോട്ടോടാറുള്ളത്. ഇവിടെ ആയോണ്ടാ ഞങ്ങൾ വന്നേ. ഇത്തവണ നിങ്ങളെ കൂട്ടക്കാരിലും കുറേ പേരൊക്കെ മാറി നിൽക്കുക. പണ്ടൊക്കെ പിരിവ് ഇങ്ങോട്ട് കൊണ്ടു തന്നുകൊണ്ടിരുന്നതാ. ഇപ്പോൾ ഓർക്കിടെ ചില മുറുമുറുക്കലൊക്കെ ഉണ്ട്. തങ്ങളതൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഘോഷയാത്രയൊക്കെ പോണ്ടതല്ലേ. നിങ്ങൾ എന്തിനാ കിടന്ന് ബേജാറാവുന്നത്? ഈടെ എപ്പോഴാ കുഴപ്പം ഉണ്ടായത്? ഇക്കണ്ട കാലമൊക്കെ ആന ഇന്നലത്തൊക്കെ നടന്നില്ലേ? പിന്നെന്തിനാ ഇപ്പം പ്രശ്നമാക്കുന്നത്? നിങ്ങളും രണ്ടാകാൻ പോകുന്നൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ടോണ്ട് പറഞ്ഞതേ ഉള്ളൂ. തങ്ങളുടെ പേരും അക്കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഇടയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ആനയ്ക്കൊക്കെ ഇതുവഴി നടക്കാം. ആരും തടയൂല. തടയണേ തീവണ്ടിയോ മറ്റോ തടയണം. അതാ അറയ്ക്കലെ രീതി. തീവണ്ടി തടയാനോ? ആ തീവണ്ടി. എന്താ തീവണ്ടി തടഞ്ഞൂടെ? അക്കഥ അറിയോ നിങ്ങൾക്ക്? എന്നാ കേട്ടോ. അന്ന് ഇപ്പോഴത്തെ പോലെ എല്ലായിടത്തും തീവണ്ടി നിർത്തലില്ല. കോഴിക്കോട്ട് ചെന്നിട്ട് വേണം വണ്ടി കയറാൻ. കോഴിക്കോട്ട് പോകണമെങ്കിലോ തലശ്ശേരിയിൽ നിന്ന് കേയിൻ്റെ ജടുക്ക വരുത്തണം. അന്നാണെങ്കിൽ അതൊട്ട് അവിടെ ഇല്ലേനും. വലിയ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സിംഗപ്പൂരിൽ എത്തുകയും വേണം. അന്ന് പോയില്ലെങ്കിലോ പിന്നെ 3 മാസം കഴിഞ്ഞേ സിംഗപ്പൂരിലേക്ക് കപ്പലുള്ളൂ. വീട്ടുകാരും നാട്ടുകാരും ആലോചിച്ച് ഒരാൾ തങ്ങളോട് ചോദിച്ചു, എന്താ ഇക്കുറി പോകുന്നില്ലേ? കൂസലില്ലാതെ തങ്ങൾ പറഞ്ഞ്, നമ്മൾ തീവണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോവും. കേട്ടയാൾ അമ്പരന്തോണ്ട് പറഞ്ഞ്, തമാശയാക്കല്ലേ തങ്ങളെ. തങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞ്, എന്നാ ഞങ്ങൾ നാളെ കണ്ടോളി. തങ്ങൾ പറഞ്ഞ പോലെ പറ്റിച്ച്. രാവിലെ വേലക്കാരെ കൊണ്ട് വീട്ടു സാധനങ്ങളൊക്കെ എടുപ്പിച്ചോണ്ട് തീവണ്ടിപ്പാളത്തിൻ്റെ അടുത്തേക്ക് നടന്ന് എന്നിട്ട് ആടങ്ങനെ കണ്ണ് പടച്ചുകൊണ്ട് എന്ന് മന്ത്രിച്ച്. ചീറിപ്പാഞ്ഞു പോകാറുള്ള വണ്ടി അന്ന് തങ്ങൾ നിന്നിടത്ത് വന്ന് നിന്നു. അത്ഭുതത്തോടെ നോക്കിയെന്ന് വേലക്കാരോട് തങ്ങൾ പറഞ്ഞ്, എന്താ ചെയ്ത്താന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? സാധനങ്ങൾ കയറ്റി വെക്കി, വണ്ടി ഇപ്പം വിടും. സാധനങ്ങൾ കയറ്റി വെച്ചതും വണ്ടി വിട്ട്. അങ്ങനെയാണ് ഇവിടെ തീവണ്ടി നിർത്താൻ തുടങ്ങിയതും തീവണ്ടി ആപ്പീസ് ഉണ്ടായതും. ഒക്കെ സംസ്കൃതത്തിലാണ്. പിന്നെ കൈകൊണ്ട് കാണിക്കുന്ന മുദ്രയെ അറിയണം. മനസ്സിലാക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും മാപ്പിളാർക്ക് എന്ത് മനസ്സിലാവാനാണ്? നിങ്ങളുടെ പുരാണത്തിലെ കഥയൊക്കെ ഞമ്മക്ക് തിരിയും. പക്ഷേങ്കിൽ നമുക്കൊരു കാര്യം പിടിച്ച്, ഈ പെമ്പറനാത്തിൻ്റെ ഒരു കേമത്തം.
ഈടുള്ള കോലങ്ങളിലൊക്കെ നമ്മൾ ആണുങ്ങളുടെ വേഷമല്ലേ കാണാറുള്ളൂ. ഇതെനിക്കൊരു പുതിയതാണ്. നമ്പ്യാരെ ഓളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു. അതെന്തിനാ തങ്ങളെ? നമ്മുടെ ബീബീന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണ. ഓളെ നമുക്ക് ഈ കളി പഠിപ്പിക്കണം, അല്ലേ ബീബി? തങ്ങൾ ഒരു തമാശക്കാരൻ തന്നെ. നമ്പ്യാരെന്താ കരുതുന്നത്? മാപ്പിള പെൺകുട്ടികൾക്ക് ഒപ്പന മാത്രമേ പറ്റുന്ന? നോക്കിക്കോ, നമ്മുടെ മോളി കളി പിടിക്കുന്നു. പക്ഷേങ്കിൽ ഇങ്ങടെ ഉത്സവത്തിന് നടത്താൻ ഇടങ്ങേറ് നിൽക്കരുത്. കണ്ടോ നമ്പ്യാർ ഒഴിഞ്ഞു മാറുന്ന? താങ്കൾ എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കുട്ടികൾ വേഷം കെട്ടിയാലും പലയിടത്തും നടത്താൻ സമ്മതിക്കുകയില്ല. ഓരോ അമ്പലത്തിലും ഓരോ കുടുംബത്തിന്റെ അവകാശ. ആ സമുദായത്തിൽപ്പെട്ടവരെ അവിടെ നടത്താൻ സമ്മതിക്കൂ. ഇപ്പോഴാ അന്യജാതിക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ കുട്ടിയും അങ്ങനെയുള്ളതാ. അതിനൊരു അരങ്ങുമായി. അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്ക് കാശ് കൊടുക്കുക അതൊരു പരിപാടിയായി അല്ലേ? എന്താ ബേബി, വല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? അടിവയറ്റില് വല്ലാത്ത വേദന, ഇരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോണോ? എന്നെ ഒന്ന് താങ്ങിക്കോ. എന്താ, എന്ത് പറ്റി? അർജുന്മാരോട് ഒരു കസേരയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബീവിക്ക് നൊമ്പലം വന്നു എന്നാ തോന്നുന്നത്. പെണ്ണാ? കുട്ടീൻ്റെ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. മുക്കറി വേഗം ബാങ്ക് കൊടുക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അൽ ഹലൽ. നിർത്ത്. ഈ മന്ത്രിച്ച ചരടും കൂടി അങ്ങക്ക് ഓൻ ഓർക്കാൻ കണ്ട സമയം. ഈടെ തൂങ്ങി നിൽക്കാത്ത കണാരൻ്റെ വീട്ടിൽ പോയി ആ പെണ്ണിൻ്റെ കാര്യം എന്തായാലും നോക്ക്. അദ്രുമാനെ നീയും കൂടി ചെല്ല്. നീലി എന്താടാ നീലിക്ക് എന്തോ പറ്റി? ഓക്ക് വേദന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓളങ്ങ് തളർന്നു, തീർന്നുമില്ല. ഓടെ കൂടെ ആരുണ്ടടാ? പരത്തിപ്പേറ്റിച്ചുണ്ടേ. പിന്നെ കണാരൻ്റെ പെണ്ണുങ്ങളും. പിന്നെ എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്ന് പറയാൻ പൊക്കി പറഞ്ഞു. ഇന്നെപ്പോലുള്ള നോക്കിക്കുമ്പോഴാ ഓക്ക് നൊമ്പലം കിട്ടുന്നത്. എടുത്തോണ്ട് പോടാ ആശുപത്രിയിലോട്ട്. ഓർഡാ ആടെത്തിട്ട് വിവരം തന്നെ അറിയിക്കണം. വേഗം ചെല്ലേ. ആ നീലി പറ്റോടാ? പെറ്റി. കുഞ്ഞനെന്താ? എൻ്റെ നാവ് ഇറങ്ങിപ്പോയ. പക്ഷേങ്കിൽ ഓക്ക് ചോര പോക്ക് നിൽക്കുന്നില്ല. നമ്മളെയൊക്കെ ചോര എടുത്തു, എന്നിട്ടും നിൽക്കുന്നില്ലെന്നാ പറയുന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുഞ്ഞിന് ജീവനുണ്ടോടാ? ചെയ്ത്താനെ എന്നൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റുന്നത്? ഇനി മുല കൊടുത്തോ? ഇവിടെ എന്ത് പെണ്ണുങ്ങൾ ആരും പെറ്റി കൊടുക്കുന്നില്ല. തള്ളയില്ലാതെ വെച്ച് ഈ കുഞ്ഞിന് മുല കുടിക്കണ്ടേ? ഈടുള്ള അഹിന്ദുക്കളുടെ മുലയൊക്കെ പറ്റിപ്പോയോ? ചോദിച്ചു കേട്ടില്ലേ? ബാങ്കും കാമത്തും കൊടുക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ഇലാഹ കുഞ്ഞാലി ആറ്റോടി കുഞ്ഞിന് മുല കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറയണം. എന്നിട്ട് ഈനെയും കൂടി പൂക്കുഞ്ഞിനടുത്ത് കിടത്തണം. കുടിക്ക്, രണ്ടും കൂടി കുടിച്ചു കുടിച്ചെന്റെ ചോരയും കൂടി കുടിക്ക്. ഇനി രണ്ടാക്കും കൂടെ മുല കൊടുക്കാൻ എന്നെ കൊണ്ടാവൂല. നീ ബേജാറാവാതെ, ഓർക്കൊരു സന്തോഷായിക്കോട്ടെ. നീ ഇരട്ട പറ്റാണെന്ന് കരുതിയാ മതി. ഈ ഹറാത്തിന്റെ കൂടെ കിടക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ക്ഷീണം മുഴുവൻ. ചെയ്താൻ ചോര വലിച്ച് കുടിക്കല്ലേ? എന്റെ റബ്ബേ, എനിക്ക് എന്നിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. എന്നാ ആറ്റ ഇനി മുതൽ കുഞ്ഞാലിക്ക് മുല കൊടുക്കണ്ട. ഓനെ നോക്കാൻ പാത്തുനോട് ഞാൻ പറയാം. ഓക്കാണേ കുട്ടികളുമില്ല. ഇങ്ങനെയും ഓളൊരു ഉമ്മയാവട്ടെ. ഓ ഓ ഓ ഓ
തങ്ങൾക്കറിയാലോ കരിനിയമത്തിൻ്റെ കാല മോളിന്ന് പറയുന്ന പോലെ പറ്റൂ. പിന്നെ തങ്ങളിപ്പം നമ്പൂതിരിപ്പാടിൻ്റെ കൂടെയല്ലേ? ബയ്യപ്പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ കയ്യാറായി. വെറുതെ നോക്കിക്കാട്ട് വേഗം സൂപ്പറായിട്ട് കുഞ്ഞാലിക്ക് വേഗം കൊടുക്കും, അല്ലെങ്കിൽ ഓൻ ഉറങ്ങും. വേഗം കുഞ്ഞാലിക്ക് വിശക്കുന്നില്ലേ? കളിമതിയാക്കി വേഗം പോയി കുളിക്ക്. നെയ്ച്ചോറ് തിന്നാറായി. ബീക്കുട്ടി ഈയും പോയി കുളിക്ക്. കഴിക്ക്. മതി തങ്ങളുപ്പാ, കഴിക്ക്. മതി. എന്റെ പൊന്നും എന്റെ നല്ല മോനല്ലേ. കഴിക്ക്. ബീക്കുട്ടി മോളെ ഈ എവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഇവിടെ കൂടെ വരണ്ട. എന്നാ തുടങ്ങല്ലേ? മോൻ പേടിക്കണ്ട, എനിക്ക് സഹായത്തിന് മയ്യത്തായ വല്യങ്ങളുണ്ട്. തീർച്ചയായോ പോവണേ. ഇത് ഞാൻ തിന്നാൻ പോവാ. ഒന്ന് എനിക്ക് കൊടുത്തോ. ഞൊട്ടണം. എന്നോട് ഇതിനെ പോകണ്ടേന്ന് പറഞ്ഞ തിന്നോ. ഒരുപാട് കാറ്റടിച്ചോ? ഒരുപാട് മാങ്ങയും വീണു. നീ എന്തിനാ ചിരിക്കുന്നേ? അന്നെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ടോ? ഇപ്പൊ വേവിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകുന്ന ദിവസം എത്തിയാ മതിയെന്നോ? നിനക്കറിയോ എന്നാന്ന്? ഒന്നും പറയുന്ന കേട്ടില്ല. പാപ്പി ചാച്ചയോട് ചോദിച്ചോക്ക്. പിന്നെ വരാം. എണീക്കരുത് പറഞ്ഞല്ലേ, എന്നിട്ടെന്താ മോൻ കേക്കാത്ത? സാരല്ലേ, വെറുതെ കിടന്നു. എണീറ്റ് ഓടി നടന്നാൽ മുറിവുണങ്ങാൻ ഇനി സമയമെടുക്കും. പുതിയ തുണിയും കുപ്പായിട്ട് പള്ളിയിൽ പോണ്ടേ? ഈ കടലെന്തിനാ പിന്നെയും പിന്നെയും ബയോട്ടോണേ? അത് നമ്മുടെ ഐശാനെ നോക്കി പോകുന്നതല്ലേ. അതാരോപ്പാ? ഐശാനെ അറിയില്ല? ബീക്കുട്ടിക്കും അറിയില്ല ഐശാനെ? എന്നാ ബാ പറഞ്ഞുതരാ. ഓള് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തിയല്ലേ, പാവം. ഓക്കൊരു ദിവസം ഒരു ദുർബുദ്ധി തോന്നി. എന്താന്നോ, കടാപ്പുറത്ത് പോയി നിലാവ് കാണണമെന്ന്. ഓളൊരു രസമില്ലാത്തിരി പൊരേന്നിറങ്ങി കടാപ്പുറത്ത് നിലാവ് കാണാൻ പോയി. ഓടെ കഷ്ടകാലത്തിന് ആ ബൈ കുറേ പരന്തരീസ് പട്ടാളക്കാർ വന്ന്. പെണ്ണുങ്ങളെ കണ്ടാ പട്ടാളക്കാർ വിടുവോ? ഓരോളെ പിടിച്ചോണ്ടുപോയി. പട്ടാളക്കാരൻ നിന്നെ പിടിച്ചോണ്ടായോ?
വെച്ച് വിളമ്പാനും തുണി അനച്ചു കൊടുക്കാനൊക്കെ പട്ടാളക്കാർക്ക് ഈട് ആരാ ഉള്ളത്? ഒരു കടലിനക്കരയെന്ന് വന്നവരല്ലേ. എന്നിട്ടെന്താ? ഓളോര് പറയുന്ന കേട്ടില്ല. പറഞ്ഞാ കേൾക്കാത്തവരെ ഓരെന്താ വെറുതെ വെച്ചേക്കുന്നു. ഓളക്കൊന്ന് കടലിലിട്ടു. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് സങ്കടം വന്നില്ലേ? അതുപോലെ കടലിൻ്റെ കാര്യം അതിനും സങ്കടമായി. പട്ടാളക്കാർ കടലിലേക്ക് എറിഞ്ഞ ഐശേനെ കൂട്ടിക്കൊണ്ട് വരാനാ കടലിങ്ങനെ വന്നോണ്ടും പോയോണ്ടും ഇരിക്കുന്നത്. ഓള് ജിന്നായി നടക്കുകയല്ലേ. നിലാവുള്ള രാത്രിയിലെ അവള് പുറത്തിറങ്ങുക. ഈ കുട്ടി നിലാവുള്ളപ്പോൾ മുറ്റത്തിറങ്ങുക. കണ്ടോ നിലാവിനുള്ളിലൊരു കല? നോണ. ഇനി സൂക്ഷിച്ചു നോക്ക്. ആ കണ്ട്. അതെന്താന്നറിയോ എനക്ക്? അതാ ചന്ദ്രന്റെ കൽബിലെ കര. അറിയോ, ചന്ദ്രൻ വലിയ സങ്കടക്കാരനാ. മതി നിന്റെ ബയള്. വേഗം വന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, ഇതെന്ത് കഥ? വരുമെന്നൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെ തന്നെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ശരി, വേർപ്പെന്ന് പറയട്ടെ. ഞാനൊരു ചായ കുടിക്കാൻ പോയി. നമ്മൾ താമസിച്ച് ഇല്ലേ, ഒരുമിച്ച് പോകായിരുന്നു. ഈ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കണം. അതിനാ ഞാൻ പറഞ്ഞു. വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിനെന്താ, പേരും ജനനത്തീയതിയും പറഞ്ഞാൽ മതി. രജിസ്റ്ററിൽ എഴുതി ചേർത്തോളാം. ആ രജിസ്റ്ററും എടുക്കും. പേരെന്താ എഴുതണ്ടേ? AP കുഞ്ഞാലി. ജനനത്തീയതി 1974 ജനുവരി 26. തീയതി മറക്കൂല, റിപ്പബ്ലിക് ഡേ അല്ലേ. അല്ലെങ്കിലും മറക്കാൻ വിഷമ. ഇനി അടുത്ത ആളുടെ പേര് എഴുതിക്കോ. AP പൂക്കുഞ്ഞി ബീവി. ജനനത്തീയതി മുമ്പ് പറഞ്ഞ തന്നെ. ഇരട്ട പറ്റതാ. മാഷിനിക്കാരൊന്നും അറിയില്ലേ? ഇതാ അടിമ കിടന്ന പെണ്ണിന്റെ കുട്ടിയല്ലേ? ഓളെപ്പോഴേ പോയി. ഓനെ തങ്ങൾ മതമാരിച്ച ശരിയായില്ലെന്ന് ഒരു കൂട്ടർ ഇപ്പോഴും പറയുന്നുണ്ട്. കുറ്റം പറയുന്നവരെയൊന്നും ഞാനവിടെ ഇപ്പം കണ്ടില്ല. ഓന് മുല കൊടുക്കാൻ ഒരുത്തിയും ആടെ ഞാൻ കണ്ടുമില്ല. ഹിന്ദുവായിട്ട് എനിക്ക് ഓനെ ഇറക്കൽ വളർത്താൻ ഒക്കുമോ? എൻ്റെ ബീവി ഓന് മുല കൊടുക്കുമോ? ഓളോട് എനിക്കൊരു സമാനം പറയണ്ടേ? ചിലരൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. പറയുന്നവർക്ക് എന്താ? ഇപ്പോൾ അവനൊരു ബാപ്പയുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞ അറക്കലെ കാര്യങ്ങൾ നോക്കിയെടുത്തേണ്ടത് ഓനാ. രക്ഷകർത്താവിൻ്റെ പേര് രണ്ടാൾക്കും ഒന്ന് തന്നെ മതിയല്ലോ. എൻ്റെ പേര് മതി രണ്ടാക്കും. ഇനിയൊക്കെ ഞാൻ എഴുതിക്കോളാം. തങ്ങൾ ഇരിക്കണമെന്നില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇവരുടെ പേരിലൊരു ശ്രദ്ധ വേണം. ഓ, വെറുതെ സമയം മെനക്കെടുത്താനല്ല ഞാനിവരെ മാഷ ഏൽപ്പിക്കുന്നു. ആയിക്കോട്ടെ. മതി. ഇതും കൂടി വേണ്ട. പോയി വാ കഴുകി പാത്തിയിട്ട് വാ. എന്നിട്ട് കിടന്നോ. രാവിലെ സ്കൂളിൽ പോണ്ടേ? എനിക്ക് പേടി വന്നു. ഉപ്പ പറഞ്ഞു നിലാവത്തിറങ്ങിയ ബീക്കുട്ടി ജിന്ന് പിടിക്കുമെന്ന്. മോന് ബീക്കുട്ടി ഇഷ്ടമാണോ? പെരുത്തിഷ്ടാ. ഉപ്പ പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ബീക്കുട്ടി ആരും പിടിക്കൂല. ഓനിപ്പോ ഉറങ്ങിക്കോ. അല്ലാ,
അനങ്ങാതെ അവിടെ കിടന്ന് ഉറങ്ങ വേണ്ടേ. മോളെന്തിനാ കരയുന്ന? അല്ലേ പാത്തുവിന്റെ വിദ്യ ഇതൊക്കെയെന്നാ ഞാൻ വിചാരിച്ചേ. മോള് പേടിക്കണ്ട, ഉമ്മാന്റെ കൂടെ അല്ലേ. എനക്കൊരു കഥ പറഞ്ഞ ആ രാജകുമാരിയുടെയും ജിന്നിന്റെയും. നാളെ സ്കൂളിൽ പോണ്ടതാ, വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലേ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും കേട്ടോ, പറഞ്ഞേക്കാം. ഉപ്പ നാളെ പറഞ്ഞുതരാം. ഈ കുട്ടി ഇപ്പൊ കിടന്നോറാം, അല്ലെ ഉമ്മ ചീത്ത പറയും. പള്ളിക്കണ്ടിലെ വെള്ളം നീ കുടിക്കല്ലേ, ദാഹിച്ചാലും കൂടി കുടിക്കരുത്. അതെന്താ? ആ വെള്ളത്തില് പള്ളിപ്പറമ്പിലെ മൈത്തോളം നെയ്യുണ്ടെന്നാ എറമുള്ള എനിക്ക് പറഞ്ഞ. നീ ആ വെള്ളം കുടിക്കരുതേ. എന്റെ അല്ലോ. ബീക്കുട്ടി ഇങ്ങ് എത്തിയ ഇന്നും താമസിച്ചു. ഏട്ടാ കളിച്ചു കിടക്ക പൈക്കുന്നില്ലേ? ബേഞ്ചെന്ന് പള്ളയിൽ എന്തെങ്കിലും തരാക്ക്. ഏത് ക്ലാസ്സിലായി? ഇക്കൊല്ലം 5ലേക്കായി. നല്ല ഓർമ്മയുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിന് നങ്ങ്യാറൂത്ത് നടക്കുമ്പോഴാ തങ്ങൾ എൻ്റെ അടുത്ത് ദീപിക്ക് എന്തോ പന്തിയല്ല എന്ന് പറയുന്നത്. ഭാഗ്യത്തിനാടൊരു വണ്ടി ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. അതെങ്ങനെ മറക്കാനാ, വലിയ ഉപകാരമായില്ലേ. അന്ന് കൂത്ത് കണ്ടോണ്ടിരുന്നപ്പോൾ തങ്ങളൊരു തമാശ പറഞ്ഞു. ബീവിയുടെ വയറ്റിൽ കിടക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നങ്ങ്യാറൂത്ത് പഠിപ്പിക്കണമെന്ന്. ഓർമ്മയുണ്ടോ ആവോ? ഓർമ്മയൊന്നും പോയിട്ടില്ല. പഠിപ്പിക്കാൻ ആളുണ്ടെ കൊണ്ടുപോവാ, ഈടെ തടസ്സമൊന്നുമില്ല. തങ്ങൾക്കത്ര മോഹ? ഞാനൊന്ന് നോക്കട്ടെ. പള്ളിക്കിണറ്റിലെ വെള്ളം കുടിക്കരുതേ, അതില് മയ്യത്തിന്റെ നെയ്യുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? കുഞ്ഞാലിയുടെ അരമുള്ളാനിക്ക് പറഞ്ഞതാ. ഓൻ പറയുന്നത് നുണകേപ്പിക്കാണോ നീ എന്നെ ഉണർത്തിയേ? ആ ചെയ്ത്താന്റെ കാലിയുടെ കുത്തിയ പിന്നെ എന്റെ ഉറക്കവും പോയല്ലോ തമ്പുരാനെ. നാളെ മുതൽ സ്കൂളിൽ വിട്ടാ കളിച്ചുകൊണ്ട് കിടക്കാതെ നേരത്തെ എങ്കിൽ പോര്. കൂത്ത് പഠിപ്പിക്കാനാ സാറത്തി വരും. എന്നെയോ? ആ നിന്നെ തന്നെ. കാഫറുകളുടെ കൂത്തറിയാത്ത കുറവ് വേണ്ട. ഉമ്മ എന്നെ കരിയിപ്പിക്കാൻ പറയുന്ന ബി കുട്ടി ഇപ്പം കിടന്നുറങ്ങും. ആദ്യം കൈകെട്ട്. അങ്ങനെയല്ല, നല്ല വൃത്തിയായിട്ട് നിവർന്നിരുന്ന് പുരിക മുകളിലോട്ടും താഴോട്ടും ഇതുപോലെ. കണ്ണ് നല്ല മിഴിച്ചു വെക്കണം, ഇതുപോലെ. താടി ഒതുക്കി. ഇനി കൈസാധകം ചെയ്യാം. ഇവിടെ താഴ്ത്തിയിട്ട് മുട്ടുയർത്തി പിടിക്കണം, നിവർന്നിരുന്ന്. ഇനി അങ്ങനെയല്ല, താഴെയും മുകളിലും. നേരെ നോക്കിയിരുന്ന്. പിന്നെയും നനഞ്ഞു. ഇങ്ങനെ മയത്ത് നടന്ന പനി പിടിക്കും കേട്ടോ, പറഞ്ഞേക്കാം. അതിരുമാനിക്കുന്ന സ്കൂളിലേക്ക് വന്നില്ല. ഉസ്താദാ ബിക്കുട്ടീനെ കൊണ്ടുവന്ന്. ഓരിപ്പോഴും എത്തിയില്ല. ഞാനിട്ട് ഓട്ടോ ഓടി. കഷ്ടം കഷ്ടം. പള്ളിയിലൊന്നും ഇല്ലല്ലോ. വിശന്ന് കൂറ കുത്തി ഇരിക്കുമായിരിക്കും. പൈക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നാളെ ഒത്തുപള്ളി കഴിക്കാത്ത ദിവസാ. ഉസ്താദിന് പൈസ കൊടുക്കണം. അതിന് എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ബീക്കുട്ടിക്കും വേണ്ടേ? ഉപ്പാനോട് ചോദിക്ക്. നീ ഇവിടെ നിൽക്ക്.
ഇന്ന് കൂത്തു പഠിപ്പിക്കാൻ സാറത്തി വന്നില്ലേ? ഇല്ല, വരാനാവുന്നേ ഉള്ളൂ. ആ പിന്നെന്താ? നാളെ കൈക്കേറ്റ് ദിവസാ, ഉസ്താദിന് പൈസ കൊടുക്കണം. ആ നാളെ പൈസ കൊടുക്കണ്ടേ? ഇത്രയും പൈസ കൊടുക്കണ വേറെ കുട്ടികളുണ്ടാ? ഈ കുട്ടിയാട്ടെ ഫസ്റ്റ്. അതിനിപ്പൊക്കെയോ ഇനി എന്താ? കുഞ്ഞാലിന്റെയും കൂടി. ഈ അവൻ്റെ കണക്കപ്പിള്ള ഓന് വേണേ ഓൻ വരട്ടെ. കുഞ്ഞാലി ബേബാ. കൂട്ടുകമ്പനിയാ എനിക്കിത്ര വേണ്ടേ? അറക്കലെ നാളത്തെ അവകാശമല്ലേ? ഈ മോശാണ്ട. നീ എന്താ പട്നിയാ? അമൃത തിരുമടി. നോക്കുമ്മ, കൈക്കേറ്റിന് ഉസ്താദിന് കൊടുക്കാനാ. ഏടുന്നാട് നിനക്ക് ഇത്രയും പൈസ കിട്ടിയേ? ഉപ്പാടെ മേശന്ന് കട്ടതാ? ഉപ്പാന്നതാ അല്ലേ? കുഞ്ഞാലോട് ചോദിച്ചോക്ക്. പാടാ ഇവിടെ. നിനക്കെത്ര കിട്ടി? കൈ തുറക്കടാ. നിനക്കും 10 രൂപയോ? ഈടെന്താ പൈസ മരത്തിലുണ്ടാവുക? എന്താടി അവസ്ഥ നോക്കിയിരിക്കണേ? പോയിരുന്നു പിടിക്ക്. മോൻ കരയണ്ട, ഉസ്താദിന് കൊടുക്കാനുള്ള പൈസ ഞാൻ തരാം. നേരം വെളുക്കട്ടെ. മോനെ, നീ വലിയ വീട്ടില് ചെറിയ കുഞ്ഞായി പോയില്ലേ? ചൂട് കുറെ കുറഞ്ഞിട്ടുണ്ട്. പേടിച്ചിട്ടായിരിക്കും. അടുക്കളയിലത്തെ കാര്യം അമ്മാന്താക്കണ്ട. കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം. അറക്കലമ്പലത്തിൽ ഉത്സവം കാണാൻ പോവും. കൊട്ടകയിലെ സിനിമ നല്ലതാന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോവും. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ യാത്ര. അതിനപ്പുറത്തൊന്നും ഞാൻ പോയിട്ടില്ല. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. അതല്ലേ ഇക്കണ്ട നാളൊക്കെ കാണാൻ പറ്റണേ. ബീവിക്ക് എങ്ങനെ തോന്നുന്നതാ? പരിപാടി കിട്ടുന്നതൊക്കെ വല്ലപ്പോഴുവാ. കിട്ടിയാൽ തന്നെ ദക്ഷിണ കൊടുക്കുന്നത് പോലെ അല്ലയോ കൂലി തരുന്നത്. പിന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റുകയില്ല. പൊട്ടുകാരും വരണം. ബസ് കാത്തു നിന്ന് കഷ്ടപ്പെടുമ്പോൾ വേണ്ടായിരുന്നെന്ന് തോന്നും. ആളുകളുടെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോഴത്തെ രസം ഓർത്താ പോണേ. ഞാനും അറക്കലമ്പലത്തിൽ വെച്ച് ഒരു തവണ കണ്ടിട്ടുണ്ട്. ഒന്നും തിരിഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ സമയം എടുത്തിരിക്കുകയായിരുന്നു. ഞാനില്ലെന്ന് തങ്ങളോട് പറഞ്ഞതാ. ഈടാദ്യമായിട്ടാന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതാ. എന്നിട്ടെന്ത് പറ്റി? പരിപാടിക്കിടയിൽ എനിക്ക് നൊമ്പലം തുടങ്ങി. ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും പറ്റണില്ല. ഇവളാണെ വയറ്റിക്കിടന്ന് എരിപൊരി സഞ്ചാരം. നിനക്കിപ്പോൾ ചിരിക്കാം. ഞാൻ അനുഭവിച്ച വേദന വല്ലതും പറയാൻ ഒക്കുവോ? ഈ കൊട്ടിൻ്റെ ബഹളത്തിൽ തങ്ങളോടൊന്നും പറയാനും പറ്റുന്നില്ല. തങ്ങളാണെങ്കിൽ കളി കാണുന്ന തിരക്കിലും. ഏതായാലും കൂടുതൽ വേദന തിന്നില്ല. ആസ്പത്രിയിലെത്തിയതും കാര്യം കഴിഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്കായി ബീക്കുട്ടിയെ കളി പഠിപ്പിക്കുന്നത് തങ്ങൾക്കായിരുന്നു വാശി. ഞാൻ എതിർത്തതാ. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, തങ്ങളുടെ രീതിയൊന്നും നമ്മുടെ കൂട്ടർക്ക് പിടിക്കുന്നില്ല. എതിർപ്പ് കൂട്ടണ്ടെന്ന് കരുതി ഇതൊന്നും പഠിപ്പിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പഠിപ്പിക്കണോണ്ടല്ല, ബീക്കുട്ടി ശ്രമിച്ചാൽ നന്നാവും. മുദ്രയൊക്കെ വേഗം പഠിക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ തുടങ്ങട്ടെ. വരൂ കുട്ടി. സാറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞ് ബീക്കുട്ടിയുടെ ഉപ്പ ഏൽപ്പിച്ചതാ. ഇപ്പൊ തന്നില്ലെങ്കിൽ ഞാൻ മറക്കും. ബീക്കുട്ടി എവിടെ പോയി കിടക്കുക? എനിക്ക് രാവിലെ പ്രാക്ടിക്കൽ ഉള്ളതാ. വരുന്നുണ്ടേ വാ, ഇല്ലേ ഞാൻ പോന്നു. നിക്കടാ, വല്ലവരും ഒരുങ്ങി പോകുന്നതിന് ഓൻ്റെ ഒരു കർവ്. അതെ അതെ, അന്നെ കാണാൻ ഓരോരുത്തർ വഴിയിൽ നിൽക്കല്ലേ കൊരങ്ങി. ഇനിയും കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം? എടി പാത്തു, ബീക്കുട്ടി അങ്ങ് ഇറക്കി വിട്. കുഞ്ഞാലി പോവാൻ നിൽക്കണ കണ്ടില്ലേ? നിക്കെന്റെ മോനെ, പെൺകുട്ടികളാകുമ്പോ കുറച്ച് ചന്തം വരുത്തണ്ടേ? അതിപ്പോ എന്നും ഇവിക്കുതല്ലേ പണി. ഇനി ഓടിയാലേ ബസ് കിട്ടും. അതും പോയാ പിന്നെ ഇന്നത്തെ എന്റെ പ്രാക്ടിക്കലും വെള്ളത്തിലാവും. ഓക്കെന്താ, സയൻസ് എടുക്കുന്നവർക്കല്ലേ എന്റെ വിഷമം അറിയൂ. തല ചൂടാക്കണ്ട മോനെ, എന്തെല്ലാം കണ്ടുപിടിക്കാനുള്ളതാ. ബീക്കുട്ടി വേഗം പോവാൻ നോക്ക്. അതും ഇതും പറഞ്ഞ് കുഞ്ഞാലിന്റെ ചൊട്ട് കൊള്ളണ്ട. ഈ ചിക്കനവിടെ പോയി കിടക്കുക. വെല്ലു പഠിക്കും. എന്താ ഇതും തൂക്കി പിടിച്ചോണ്ട് നടക്കുന്നേ? ഏടെങ്കിലും ഇരുന്ന് കഴിച്ചൂടെ? കുഞ്ഞാലിയെ കാണാനില്ല. ആര്? കുഞ്ഞാലി. തെന്നാലി രാമനോ? അയാൾ എവിടെയും കണ്ടില്ലല്ലോ. നിങ്ങൾ കണ്ടോ ഈ കുട്ടിയുടെ തെന്നാലി അല്ല കുഞ്ഞാലി രാമനെ? ഓ, കളിയാക്കാൻ കണ്ട ഒരു നേരം. ആ വോട്ട് കൊണ്ട് കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു.
എടാ കുഞ്ഞാലി, നീ ഏടെയായിരുന്നു ഇത്ര നേരം? നോക്കി നടന്ന് മടുത്തു. വേം വാ. നീ ചതിക്കല്ലേ, ഞങ്ങൾ ഇപ്പൊ വരാം. ഒരുത്തന്റെ ഓട്ടോ കൂടെ പിടിക്കാനുണ്ട്. അതൊക്കെ ഊണ് കഴിഞ്ഞിട്ട്. എനിക്കാണ് വിശന്നിട്ട് വയ്യ. വാ, വന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് പറയും പട്ടിണിയായിരുന്നു. ഒരു ആക്രാന്തക്കാരി. അതൊന്നും പറ്റൂല, നീ പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കണം. പൂക്കുഞ്ഞെ ഞാൻ ഒരു വിധത്തിൽ സമ്മതിപ്പിക്കാം, പക്ഷെ ഉമ്മ സമ്മതിക്കൂല. ഇതിപ്പോ എല്ലാവരുടെ അടുത്ത തീരുമാനം, മാറ്റാനൊന്നും പറ്റൂല. നടപ്പാക്കാൻ എന്താ വഴി നോക്കിക്കോ. ഞാൻ ഉപ്പാനോടൊന്ന് പറഞ്ഞു നോക്കാം. എന്താ കുഞ്ഞാലി, പള്ളി വരുന്നുണ്ടാ? കോളേജിൽ തിരഞ്ഞെടുപ്പാ. ബി കുട്ടിയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിക്കാർക്ക് നിർബന്ധം. ഉപ്പാനോട് ചോദിച്ചിട്ട് പറയാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് വേണോ എൻ്റെ കുഞ്ഞാലി? ഈനൊക്കെ ഇറങ്ങിയാൽ പിന്നെ നേരത്തും കാലത്തൊന്നും വീട്ടിലെത്താൻ കഴിയൂല. ബി കുട്ടിയുടെ ഉമ്മ ഇവിടെ കിടന്ന് ഹാലളകും. ഓളെ പറഞ്ഞെടുത്താൽ എനിക്ക് വയ്യ. ബി കുട്ടിയെ പിള്ളേർക്ക് ഇഷ്ടാ, അതുകൊണ്ട് ജയിക്കും. അല്ലെങ്കിൽ ഒരു സീറ്റ് പോകുന്ന ഓരുടെ കണക്കൂട്ടല്. അതോരുടെ കാര്യം, എനിക്കെതിരൊന്നുമില്ല. ബി കുട്ടിയുടെ ഉമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ. ഓ, കുഞ്ഞാലിയും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ സമ്മതിക്കുന്നത്. ചെറുബാല്യക്കാരാണെങ്കിലും കൊല്ലും കൊലയൊക്കെ ഉള്ള കാല, സൂക്ഷിക്കണം. പിന്നെ പഠിത്തവും കളയരുത്. ഈ ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്, കയറിച്ച് നോട്ട് ചോദിക്കേ. ഞാൻ തനിച്ചോ? ആ പിള്ളേരെങ്ങനെ കൂവിയാലോ? നീയും കൂടെ വാ. മത്സരിക്കണത് നീയോ അതോ ഞാനോ? കിണുങ്ങാതെ വേഗം ചെല്ലു പെണ്ണേ. ആ പുസ്തകവും ചോറിന്റെ പാത്രം ഇങ്ങതാ, അതും പിടിച്ച് ഞാനിവിടെ വന്നോളാം. എന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതാ നേരത്തെ വരണമെന്ന്, എന്നിട്ട് ഇന്നും താമസിച്ചു. സന്ധ്യക്ക് ഇങ്ങനെ തനിച്ചു വരണ്ട ആളോൾ എന്ത് പറയും? ഓനെവിടെ? നിന്റെ ഒപ്പം വന്നില്ലേ? കുഞ്ഞാലിക്ക് എപ്പോഴൊന്നും വരാൻ പറ്റൂല, നാളെ ഇലക്ഷൻ. ഞാനും നിൽക്കേണ്ടതാ. തോറ്റാ പിന്നെ എനിക്ക് മാത്രല്ല ഓർക്കും കൂടെ നാണക്കേട്. പിന്നെ ഉമ്മ പറഞ്ഞോണ്ട് നേരത്തെ പോന്നതാ. ഇതാ നിന്റെ നേരത്തെ? നിന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആളോളെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ടാ ചെക്കൻ്റെ പുറപ്പാട്. നിന്റെ ഉപ്പാനോട് പറഞ്ഞിട്ടും കാര്യമില്ല. മിമിക്രിക്കാർ 9 മണിന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരെത്തുമ്പം ഒരു 10-10:30 ആവും. ഓർക്ക് തിക്കൊടിയിലൊരു പരിപാടിയുണ്ട്. ബി കുട്ടിയുടെ പരിപാടി കുറച്ച് താമസിച്ച് തുടങ്ങുന്നതാ നല്ലത്. ആളും കാണും. നമുക്ക് ഒരു 9 മണിക്ക് വെക്കാം. കുഞ്ഞാലി പോയി ആ ആശാനോട് ഇങ്ങോട്ട് വരാൻ പറ. ഓരോടും ചോദിക്കണമല്ല. 9 മണി തന്നെയാ നല്ലത്. സന്ധ്യയ്ക്കാണെങ്കിൽ ദീപാരാധനയും താലപ്പൊലിയും ഒക്കെ ആയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാവും. അല്ല, കുറ്റം കണ്ടുപിടിക്കാൻ ഓരോരുത്തരിങ്ങനെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ ആശാനെ, 9 മണിക്ക് തുടങ്ങിയാൽ മതി എന്നാ ഇവർ പറയുന്നത്. അത് മതിയാ? ഞങ്ങൾക്ക് എപ്പോഴായാലും കുഴപ്പമില്ല. മുഖം മിനുക്കാനും വേഷം കിട്ടാനും ഒക്കെ കുറെ നേരം വേണ്ടേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ 9 മണിക്ക് മതി. വേണ്ട ഒരുക്കങ്ങളൊക്കെ ആശാനോട് ചോദിച്ച് ചെയ്തോണം. എന്നാ ഞാൻ വരട്ടെ. കോളേജ് തിരഞ്ഞെടുപ്പൊക്കെ വലിയ വാശിയിലായിരുന്നു ഇക്കുറിയല്ലേ? ഓ, അങ്ങനൊന്നുമില്ല. ബി കുട്ടി മത്സരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇറങ്ങാണ്ടിരിക്കാൻ വയ്യാന്നായി. പരീക്ഷയൊക്കെ ആകാറായില്ലേ? എന്താ അടുത്ത പരിപാടി? ഡോക്ടർ പരീക്ഷയ്ക്ക് അയക്കണമെന്നാ. ഉടുപ്പിലൊരാളൊരു സീറ്റ് ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോ ഇപ്പൊ ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക്? നിനക്ക് ഓർമ്മയുണ്ടോ ഐശാന്റെ കഥ? ആ കഥ പറ്റൂലേ? പുതിയ കഥയ്ക്ക് ആട്ടപ്രകാരം ഉണ്ടാക്കണമെങ്കിൽ സമയമെടുക്കും. സംസ്കൃതത്തിൽ വേണ്ടേ ശ്ലോകമൊക്കെ? പിന്നെ വീക്കുട്ടി കഥ പഠിക്കുകയും വേണമല്ലോ. പ്രാവശ്യം ഇത് മതി. എന്നാലും ഒന്ന് ശ്രമിച്ചൂടെ? ഈടിപ്പോ തെയ്യങ്ങളിലൊക്കെ ഇത്തരം കഥകളല്ലേ. ഐശേൻ്റെ ആകുമ്പോ പുതുമയും കാണും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം.
വാടി. കിട്ടിയ മാർഗിന്റെ ബവരമൊക്കെ എന്നത്തേക്ക് വരുമെന്ന് വല്ല അറിയിപ്പും ഉണ്ടോ? ഒന്നും കണ്ടില്ല. കുഞ്ഞാലി ഒന്ന് കോളേജ് വരെ പോയി അന്വേഷിക്കും. മാർക്കിൻ്റെ കാര്യം അറിഞ്ഞിട്ട് വേണം എനിക്ക് ഉടുപ്പി വരെ ഒന്ന് പോവാൻ. മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഒരു തുകയുടെ കാര്യത്തിൽ ചില്ലറ കിഴിവ് തരാമെന്നാന്ന് പറഞ്ഞ്. വിളിച്ചു ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, നേരിട്ട് ഇന്ന് കാണണം. ഡിഗ്രിക്കുള്ള അപേക്ഷാ ഫാറം കൊടുത്തു തുടങ്ങിയ ബി കുട്ടിയും കൂടെ ഒന്ന് വാങ്ങിക്കോ. പത്രത്തിലൊന്നും കാണുന്നില്ല. ബി കുട്ടി ഇനി പഠിക്കൊന്നും വേണ്ട, ഇതെന്നെ കൂടുതലാ. മദ്യം എൻ്റെ പഠിത്തം കഴിഞ്ഞെല്ലാം കണ്ടതല്ലേ. നീ കോളേജിൽ പോണത് പഠിക്കാനാ അതാ പാർട്ടി കളിക്കാനാ? ഇനി വേണ്ട. ഇപ്പം തന്നെ നമ്മളെ ആൾക്കാർക്ക് പരിഹാസ. അരുവാ കത്തിക്കാരുടെ കൊടിയും പിടിച്ചോണ്ട് ഇനിയും നടന്നാൽ നിനക്കാരും വരുമെന്ന് എനിക്ക് തോന്നണില്ല. കുഞ്ഞാലി കോളേജിൽ പോയിട്ട് വാ, എന്നാലേ കാര്യം ഒരു തീരുമാനമാവും. ഓൻ്റെ ഒരു ഗമേ, ഈ കട്ടിയുള്ള കുപ്പായൊക്കെ തേച്ച് വെച്ച് തളന്നു. നന്ദി നേലും പറഞ്ഞൂടേടാ. ഇനിയിപ്പോ ആരെയും കാണണ്ട, വലിയ ഡോക്ടറായെന്നാ ഭാവം. മുറി വൈദ്യൻ പെണ്ണെ കിടന്ന് കൊഞ്ചരുത്, വല്ല മൂത്ത് കരച്ചവനെ കൊണ്ട് കെട്ടിക്കും. അല്ലെങ്കിലും എനിക്കറിയാം ഡോക്ടറൊക്കെ ആവുമ്പോ എന്നെ വേണ്ടാന്ന്. വലിയ ഗമയില് ബോർഡും വെച്ചിരിക്കൂലേ, ഡോക്ടർ AP കുഞ്ഞാലി ആൻഡ് ഡോക്ടർ മിസ്സസ് ഏതെങ്കിലും ഒരു പൊട്ടത്തി. നീ ഇവിടുന്ന് പോയാൽ ഞാൻ ഒറ്റയ്ക്കാവൂലേടാ. ഞാൻ ആരോടാ ഒന്നും മിണ്ടുക? എല്ലാ ദിവസവും നിനക്ക് ഞാൻ കത്തെഴുതാം. ഉമ്മ അത് തീയിലിടും. നിന്റെ പേരിൽ കോളേജിലേക്ക് അയക്കാം. പിള്ളേരതൊക്കെ ആടെ പാട്ടാക്കും. നമുക്ക് എന്തേലും ചെയ്യാം. ഇപ്പൊ നീ താഴേക്ക് പോ, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങോട്ട് വരും. എന്നാ ഞാൻ പൊക്കോട്ടെ, ഉപ്പ കാത്തിരിക്കുക. നിക്ക് മോനെ. മോൻ പഠിച്ച് വലിയ ആളാകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
എന്താ മുക്കുരാപ്പിളെ, എന്തു പറ്റി? കഴിക്കുന്ന ആഹാരം ഇറങ്ങുന്നില്ല. മുക്കരിക്ക് നൊസ്സടിച്ചെന്നാ തോന്നുന്നു. എൻ്റെ കൂറ്റിനെന്ത് പറ്റിയടാ? ഇപ്പ ബാങ്ക് വിളി മന്ത്രിക്കലാക്കിയ. നീ കേട്ടോടാ, ഒച്ചത്തിൽ വിളിക്കണം, എന്നിട്ട് വേണം നാട്ടുകാർക്ക് പള്ളിയിൽ വരാൻ. പല പ്രവൃത്തിയുള്ള ആൾക്കാരാണെന്ന് കണക്കാക്കിക്കോ. എന്താ റമുളാനെ, എന്തു പറ്റി? കരയാതെ കാര്യം പറയും. തൊണ്ടയിൽ വേദന, ഒച്ച വരുന്നില്ല. എന്നിട്ടെന്താ ഇതുവരെ പറഞ്ഞ്? അതിനിടെ കരഞ്ഞോണ്ടിരുന്നാ മതിയാ? ആശുപത്രിയിലോട്ട് ചെല്ല്, നീയും കൂടി ചെല്ല്, എന്നിട്ട് വിവരം പറയണം. ഈ കടലാസ മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് കാണിച്ച് മരുന്ന് വാങ്ങിച്ചു. അവർ പറയുന്ന പോലെ മരുന്ന് ഒരാഴ്ച കഴിച്ചിട്ട് എന്നെ വന്ന് കാണും. സമയത്തിന് മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ചോളണം. ദുർബാനെ, ഇതൊക്കെ നോക്കി അടുത്ത് നിന്ന് മുതൽ എൻ്റെ ജോലിയാണ്. കുറവെന്തെങ്കിലും കണ്ടാൽ എൻ്റെ ബിതം മാറും, എനിക്കറിയാല്ല. ഇനിയുടെ പഠിപ്പുര കിടന്നാൽ മതി, പള്ളിയിലേക്കൊന്നും കിടക്കാൻ പോകണ്ട. എനിക്ക് സുഖാവും വരെ ബാങ്ക് വിളിക്കാൻ വേറെ ആളെ വെക്കാം. പറഞ്ഞത് കേട്ടല്ലോ, നീ രണ്ടാളും പൊയ്ക്കും. ആറ്റില്ല ഇവിടെ വരുന്ന. എറമുള്ളാന് നല്ല സുഖമില്ല. ഓനും കൂടി ഇന്നോട്ട് ഈടെയാ കിടക്കുക. ഓൻ്റെ കാര്യം കൂടി നോക്കാൻ കടശിപ്പാത്തിനോട് പറഞ്ഞേക്ക്. അകത്തുള്ളവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഡാക്ടർമാനെ, എനിക്ക് ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. എനിക്ക് തീർത്തും വയ്യ. നാളെ നീ ആശുപത്രി വരെ പോയി ഡോക്ടറോട് പറഞ്ഞ് വല്ല മരുന്ന് മേടിച്ചോണ്ട് വാ. വെള്ളം ഇറക്കാനെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ മതി. ഈ കിട്ടിയിരിക്കുന്ന ഫലം വെച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ക്യാൻസർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ പരിശോധന നടത്താനോ
നടത്തിയിട്ട് ഇപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇവിടെ ചികിത്സിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്ത് എൻ്റെ ഇതിൽ കൂട്ടുകാരുണ്ട്, വേണമെങ്കിൽ ഞാൻ എഴുത്തു തരാം. ഉടുപ്പിയിൽ എൻ്റെ മോൻ ഡോക്ടറാവാൻ പഠിക്കുന്നുണ്ട്. ആടെ ആയാലോ? അതും നല്ലതാ, കൂടെ ഒരാളില്ലാതെ കഴിക്കാലോ. മോൻ ഏത് വർഷമാണ്? 1ാം കൊല്ലം. ആശുപത്രിയിലേക്ക് ആരെങ്കിലും വിട്ടാൽ മതി, കടലാസൊക്കെ കൊടുത്തയക്കാം. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കണ്ട, നല്ല വേദന കാണും. വേദന കുറയ്ക്കാനുള്ള മരുന്നെല്ലാം ഞാൻ തരാം. അതൊക്കെ ഇവിടെ പറ്റൂ. ഒട്ടും വിഷമിക്കണ്ട, ബേസ്വാന്നാ ഡോക്ടർ പറഞ്ഞ്. പിന്നെ എന്തിനാണെങ്കിലും കുഞ്ഞാലി ഉണ്ടല്ലോ, മടിക്കാതല്ല ഓനോട് പറഞ്ഞോണം. ഞാനും ഇടയ്ക്ക് വരാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, ശരീരം ഇളക്കണ്ട. കുഞ്ഞാലി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം. ഞാൻ വരാം. ചെലവിനുള്ള പൈസ ബാങ്കിൽ നിന്ന് എടുത്തോളാം. ഇനി നീ പോയിക്കോ, ക്ലാസ് കളയണ്ട. ഇതൊക്കെ ആയിട്ട് പഠിത്തം മോശമാക്കരുത്. ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് ഓർമ്മ വേണം. അത് ഉപയോഗിക്കാൻ നോക്ക്. പെരുന്നാളിന് വരാൻ പറഞ്ഞ് ഞാൻ ഇബ്രാഹിക്ക് എഴുതിയിട്ടുണ്ട്. ഓൻ വന്നാൽ ഇങ്ങോട്ട് അയക്കാം. ഈ ഇനി പെരുന്നാളിന് വന്നാൽ മതി. നോമ്പെടുക്കണം. വീട്ടിലല്ലാന്ന് വെച്ച് അതിന് മടി കാണിക്കരുത്. പറ്റിയ ഇടയ്ക്ക് ഇറങ്ങാം. കുഞ്ഞാലിക്കാടെ ബുദ്ധിമുട്ടൊന്നുമില്ല. താമസവും ഭക്ഷണവും ഒക്കെ നല്ലതാണ്. ആസ്പത്രി ഒരു കണക്കിന് ഇറമുള്ളാനെ അങ്ങോട്ട് കൊണ്ടുപോയത് നന്നായി. ഈടെ കിടന്ന അവൻ്റെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ. അതിനിപ്പോൾ എമ്മണി ഏറെ ചെലവാക്കുന്നില്ലേ? ഈടെ ഇതിന് മാത്രം ഉണ്ടോ? ഓനെ പിന്നെ ആര് നോക്കും? കുഞ്ഞായിരിക്കുമ്പോൾ ഉപ്പയുടെ അടുത്ത് വന്ന് കൂടിയതാ. ശബ്ദം നല്ലതെന്ന് പറഞ്ഞ് വല്യതങ്ങൾ ഓനെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ച. എറമുള്ളാൻ്റെ ബെല്ലാം മറ്റൊരാൾ ഈ അടുത്ത പള്ളിയിലൊന്നും ഉണ്ടായില്ല. ആസ്പത്രി കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം വന്നു. മിണ്ടാൻ പറ്റണ്ടേ? പാവം. അതോലൊരുത്തിനെ പഠിപ്പിക്കാൻ ഈ തങ്ങളും കുറെ കായ ഒഴിക്കണുണ്ടല്ലോ. ഈ കളയണ കായ ഉണ്ടായിരുന്ന ബീക്കുട്ടീനെ കൊള്ളാവുന്നിടത്ത് പറഞ്ഞു വിടായിരുന്നു. വലുതായിട്ടും ബീക്കുട്ടിയുടെ നിക്കാഹ് നടത്താത്തതിന് ആൾക്കാർ എന്നോടാ ചോദിക്കുന്നത്. എന്തായി പറയുന്നത്? ബീക്കുട്ടിയുടെ പഠിത്തം കഴിയിട്ടാൻ ഇപ്പം പഴയ പോലൊക്കെയാണോ കാര്യങ്ങൾ? നമ്മുടെ കൂട്ടത്തിലെ പെൺപിള്ളേരും പഠിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ കുഞ്ഞാലി ഡോക്ടർ പരീക്ഷ പാസ്സായാലും ആവും അറക്കക്കാർക്കൊരു പെരുമയല്ലേ? ആ ഹറാത്ത് എങ്ങനെ അറക്കലാവുന്നത്? ഓൻ എൻ്റെ വയറ്റിലുണ്ടായതല്ല. തങ്ങളാ? ആ, കുഞ്ഞാലിയാ? എറമുള്ളാനാ? എപ്പോഴാ? വേണ്ട വേണ്ട, 5-6 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാനുടനെ ഒരു വണ്ടിയായിട്ട് ഇബ്രാഹിം അങ്ങോട്ട് അയക്കാം. ഈ അടുത്ത കാര്യമൊക്കെ ശരിയാക്ക്. ചിലവിനുള്ള പൈസയൊക്കെ കൊടുത്ത് തീർക്കണ്ടേ? ബില്ല് എത്രയാണെന്നൂടെ നോക്ക്. ഏതായാലും ഇബ്രാഹിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് അയക്കാം. നീ കൂടെ പോരെ? ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ മുടക്കമായല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം
إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أغناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون فسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكرى وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. വലിയ സങ്കടമായിപ്പോയി. എടി പാത്തു, ഓക്കെ ഉറങ്ങാൻ കണ്ടൊരു സമയം. സന്ധ്യക്കാണോടി കിടന്നുറങ്ങണേ? വേണിട്ട് നിസ്കരിക്ക്. ഏറമുളാനിക്ക മരിച്ചെന്റെ സങ്കടത്തിൽ കിടന്നതാ ഉമ്മ, ഉറങ്ങിപ്പോയി. അതിന് അനക്കെന്തിനാടി സങ്കടം? അൻ്റാരും മരിച്ചിട്ടില്ല ഇവിടെ. വേണിട്ട് ചോറും ചായ ഉണ്ടാക്ക്, അല്ല എല്ലാറ്റിനെയും അടിച്ച് പുറത്താക്കും. എന്താ? എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കണേ? എരമുല്ലാനിക്ക മരിക്കണമെന്ന് നീ കണ്ടില്ല? ഞാൻ അതും കണ്ടു. ആ ബാങ്കവിളിന്റെ ഒച്ചന്റെ ചെവിയിൽ മൂടുന്നു. പെണ്ണിന്റെ ഓരോ തോന്നലേ, ഓരോന്നും നിരീച്ച് പറയാതെ പാത്തു ചേച്ചെടുത്ത് പോയി കിടന്ന് ഉറങ്ങ്. ആ പൂതി വേണ്ട. ഉമ്മാടെ ഹാലിളകി നടക്കുക, ആടാരും കിടത്തൂല. എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടതാ. അല്ല, നല്ല രസമുണ്ടല്ലോ. നീ ഇത് എനിക്ക് മേടിച്ചതാ? ഏയ്, ആടൊരു മൊഞ്ചത്തിക്ക് മേടിച്ചതാ. നിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നെക്കാളും മൊഞ്ചത്തിയോ? പിന്നെ പറയാനുണ്ടോ? പക്ഷെ നിന്റെ അത്ര ബുദ്ധൂസല്ല. മാല ഇട്ടുകൊണ്ട് താഴേക്ക് എന്ന് ഉമ്മാന്റെ വായിലിരിക്കണ കേൾക്കണ്ട, അതഴിച്ചെടെങ്കിലും വെക്ക്. നീ എന്താ താഴേക്ക് പോകത്ത്? പോ ചെറുക്ക, ഞാനിട്ടിരുന്നാ നിനക്കെന്താ ചെയ്തം? നീ ഇപ്പൊ താഴേക്ക് പോകും. ഉപ്പ ആണണ്ട. നിനക്കെന്നോട് ഒട്ടും ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? ആടുത്ത വിശേഷം എന്തേലും നീ എന്നോട് പറഞ്ഞ? ഒരു പത്രാസുകാരൻ. പാത്തു, എടി പാത്തു, ഇവിടെയാണോ കിടന്നുറങ്ങുന്നത്? നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ബീക്കുട്ടി നിന്റെ ഒപ്പരല്ലേ കിടന്നേ? ബീക്കുട്ടിയുടെ ഇല്ലല്ലോ. പിന്നെ ഓളവിടെ പോയി? എന്താടി നത്തിനെ പോലെ നോക്കുന്നേ? വെള്ളം കീറണ ഇപ്പൊ കണ്ടുപിടിക്കേ. വെറുതെ പാട്ടാക്കണ്ട.
മീച്ചിക്കാതെ വേം പോ. എന്താ മോനെ ഈ കുട്ടി എന്തിനാ ഇടക്കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ച്? ഇനി ഞാൻ ബീവിയോട് എന്തു പറയും? വേഗം താട്ടുവാ, ഉമ്മ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്താ താഴത്തൊരു ഒച്ചപ്പാട്? പാത്തു എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. എറമുള്ളാൻ ഈടൊക്കെ കാണും. എറമുള്ളാന് പാത്തു എന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷേങ്കിൽ പാത്തൂന് അവനെ വേണ്ട. ഓളാ പിരാന്തൻ്റെ പിന്നാലെ പോയി. ഓൻ പോയില്ലേ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇപ്പം ഇങ്ങടെ പുന്നാര മോക്കൊരുത്തനെ കൊണ്ടുവരാൻ നോക്ക്, അല്ലേ വെറുതെ നാണക്കേടാവും. അതിനിപ്പോൾ ഓക്കെന്താ പറ്റിയേ? ഓളെ പഠിപ്പ് കഴിയട്ടെ, അപ്പോഴേക്കും ആലോചിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓള് കുഞ്ഞനാ. എന്നാ അവളുടെ പെരുമാറ്റം കുഞ്ഞുങ്ങളെ പോലാണോ? അതുമല്ല, ഏത് നേരത്തും കുഞ്ഞാലിയുടെ മുറിയിലാ ബീക്കുട്ടി. നിങ്ങൾക്കതറിയോ? ഓരൊരുമിച്ച് എൻ്റെ മുല പിടിച്ച് വളർന്നതല്ലേ, ഓരൊരുമിച്ച് സന്തോഷമായിരിക്കട്ടെ. എനിക്കിപ്പോഴും ഓൻ്റെ കാര്യത്തിലൊരു സംശയമാണ്. എനിക്കില്ലേ ഓശാരം? ജോലി കിട്ടട്ടെ. അതിനി എന്നാ? 4-5 കൊല്ലം വേണം. അപ്പോഴേക്കും ഞാൻ മൂത്ത് നിറയ്ക്കും. അത്രയൊന്നും കാത്തിരിക്കാനുള്ള മനസ്സില്ല. ഇപ്പൊ എന്താ തരാനുള്ള ചേട്ടാ? അമ്പടി കേമി, ഇന്നലെയല്ലേ നിനക്ക് ഞാൻ ഒരു മാല തന്നത്? എന്നും ഓശാരം തന്നെ ഞാൻ വല്ലയിടത്തും കക്കാൻ പോണം. എനിക്കൊരു ഓശാരം തരാൻ നീ ഇപ്പൊ കക്കാനൊന്നും പോണ്ട. ഒരു ചെറിയ സമ്മാനം മതി. അതെന്താ? ഒരു ഉമ്മ. കുഞ്ഞാലി എന്നാ പോകുന്നേ? നാളെ തന്നെ പോണം. എറമുല്ലാനിക്കാൻ്റെ അസുഖം കാരണം കുറേ ദിവസം പോയി. പരീക്ഷയും കടുത്തു. തോറ്റാ പിന്നെ ഉപ്പാൻ്റെ മുഖത്തെങ്ങനെ നോക്കും? ഈടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കോളേജ് ഒന്ന് തുറന്നാ മതിയായിരുന്നു. നാളെ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? എന്റെ കൂടെയാ? പിന്നെ ആരുടെ കൂടെയാ? നിന്നെ കൊണ്ടുപോകാൻ പുയ്യാപ്പളമാര് കാത്തു നിക്കണം എന്നാണല്ലോ കേക്കണേ. ആ പൂതി വേണ്ട. നെയ്ച്ചോറിന്റെ രുചി ഓർത്ത് വായി വെള്ളം വന്ന് കാണും. കൊതിയൻ. പൊടി. ബീക്കുട്ടി ഇനി ഉറങ്ങിയില്ലേ? കുഞ്ഞാലി പോയതിന്റെ സങ്കടമായിരിക്കും. ഓനുടനെ വരില്ലേ, പിന്നെന്തിനാ വിഷമിക്കുന്നേ? അതൊന്നും അല്ല. ബീക്കുട്ടിയുടെ പ്രായം കഴിഞ്ഞല്ലേ എന്റെ തലയിൽ നിറച്ച്. എനിക്കറിയില്ലേ ബീക്കുട്ടിയുടെ അങ്കലാപ്പ്. ഓ പാത്തു ചാച്ച, ഞാൻ ആ കൊട്ട് കേട്ട് കിടന്നതാ. എനിക്ക് എന്റെ കഥ പറഞ്ഞതാ. ആർക്കറിയാതെ ഏതാന്ന്. ബീക്കുട്ടി കിടന്നുറങ്ങ. ഒരു കഥ പറഞ്ഞാലേ ഞാൻ ഉറങ്ങൂ. പണ്ടൊരു രാജകുമാരി ഉണ്ടായിരുന്നു. പെരുത്ത സുന്ദരി. ഓളെ കെട്ടാൻ ആശിച്ച് രാജകുമാരന്മാര് കാത്തു കിടന്നു. പക്ഷെ ഓ കാര്യം പിടിച്ചില്ല. രാജാവ് വിഷമത്തിലായി. രാജകുമാരിയെ വിളിച്ചു വരുത്തി രാജാവ് ചോദിച്ച്, എന്താ മോളെ അനക്കാരെ ഇഷ്ടപ്പെടാത്ത? ഇഷ്ടപ്പെട്ടത് ആരായാലും പറഞ്ഞോ, വിവാഹം ചെയ്തു തരാം. ഇത് കേട്ട രാജകുമാരി പറഞ്ഞ്, എനിക്കൊരു ജിന്നിനെ മതി. കേട്ടയുടൻ ഭടന്മാരുടെ നേർക്ക് തിരിഞ്ഞ് രാജാവ് അലറി, കൊണ്ടുവരൂ ഒരു ജിന്നിനെ. എന്നിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രാജാവ് പറഞ്ഞു, വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. രാജകുമാരിയുടെ വിവാഹം കേമായിട്ട് നടന്നു. ആദ്യ രാത്രിയിൽ രാജകുമാരിയുടെ ഭർത്താവ് ഉറങ്ങിപ്പോയി. രാജകുമാരിക്കാണെങ്കിൽ ഉറക്കം വന്നുമില്ല. ഓള് കണ്ണും മിഴിച്ച് നോക്കിക്കിടന്നു. അപ്പോഴാ കിളിവാതിൽ താനെ തുറക്കുന്നു. രാജകുമാരി സൂക്ഷിച്ചങ്ങോട്ട് നോക്കി. ആരാ കിളിവാതിക്കലെന്നാ ബീക്കുട്ടി വിചാരിച്ച? ഒരു ജിന്ന്.
കണ്ണ് തിരുമ്മി ഓൾ ഒന്നുകൂടി നോക്കി. സംശയമില്ല, ജിന്ന് തന്നെ. ജിന്ന് രാജകുമാരി അടുത്തേക്ക് വിളിച്ചു. ഓള് മണവാളിനെ നോക്കി. രാജകുമാരൻ നല്ല ഉറക്കം. ഓള് പതുക്കെ എണീറ്റ് കിളിവാതുക്കലേക്ക് ചെന്നു. അടുത്തെത്തിയ രാജകുമാരിയെ ജിന്ന് ഒറ്റ വലിക്ക് കിളിവാതുക്കലൂടെ മുറുക്കി പുറത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് നിലാവ് വീണ് കിടന്ന വഴിയിലേക്ക് രാജകുമാരിയുടെ കൂടെ ജിന്നും ചാടി. രാവിലെ രാജകുമാരിയുടെ ഭർത്താവ് എണീറ്റ് നോക്കുമ്പോൾ രാജകുമാരി കട്ടിലില്ല. രാജകുമാരി അന്വേഷിച്ച ആൾക്കാർ 4 പാടും പാഞ്ഞു. ആരും രാജകുമാരിയെ കണ്ടില്ല. പക്ഷെ രാജകുമാരി കടപ്പുറത്തെ പൂഴിപ്പരപ്പിൽ ഒരു സ്വർണ്ണ മത്സ്യമായി ആരും കാണാതെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്താ, രാജകുമാരിയെ കവറടക്കി. ആരാ രാജകുമാരിയെ കൊന്നേ? ആ, ജിന്നുകൾക്ക് സുന്ദരിമാരെ ഉമ്മ കൊല്ലുന്നതാ ഇഷ്ടം. ചിലപ്പോ ജിന്നായിരിക്കും. ജിന്നുകൾ എങ്ങനെ ഉമ്മ വെച്ച് കൊല്ലുന്നേ? നിങ്ങളിപ്പോൾ കടയടച്ച് പറയപ്പിക്കൊള്ളി. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം എതിരൊന്നും പറയണ്ട. ഓരത് പൊളിച്ചോ? അപ്പോൾ ഒരു കോടതി പറഞ്ഞൊക്കെ വെറുതെ. ഇപ്പം എല്ലാവരും എല്ലാം വീട്ടിൽ ഇരുന്ന് കാണുകയല്ലേ, താമസിക്കണ്ട. തങ്ങളെ പുരയെ കൊണ്ടാക്ക്. നിങ്ങൾ ബേജാറാവണ്ട. ഈടെ കുഴപ്പമുണ്ടാകാൻ നമ്മൾ നോക്കണം. നിങ്ങൾക്ക് ഇതെന്തിന്റെ കേടാൻ തിരിയുന്നില്ല. നിങ്ങൾ ഉറക്കൊഴിച്ച വീടെല്ലാം നേരെയാവോ? ഈ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തട്ടിലും മുട്ടിലും കളിക്കാതെ നിങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങ്. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഈടന്നുറങ്ങിക്കോ, ഞാൻ പിന്നെ കിടന്നോളാം. ബി കുട്ടിയോട് നാളെ കോളേജിൽ പോകണ്ടെന്ന് പറ. ഓക്കും നിങ്ങളുടെ സ്വഭാവമല്ലേ, പറഞ്ഞാൽ കേൾക്കൂല. പോരാത്തേനോളാ അരുവാ കത്തിക്കാരുടെ കൂടെയാ. ഓളെ പിന്നെയും പിടിച്ച് ഈടെരുത്താം. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ നാളെ പുറത്തെങ്ങും പോണ്ട, ഇവിടെ കുത്തിരുന്നാൽ മതി. വീട്ടിൽ ഇരിക്കുന്നവർക്കും സമാധാനം ഉണ്ടാവുമല്ലോ. അമ്പലത്തിനടുത്ത് അസമയത്ത് കണ്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാ. സമയം ഇതായി പോയില്ലേ? പിന്നെ ചോദിച്ചൊന്നും ശരിയായ ഉത്തരവും പറഞ്ഞില്ല.
ആടങ്ങനെ പള്ളി അമ്പലമൊന്നും വ്യത്യാസമില്ല. ഓൻ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്നവന്. പിന്നെ ലേശം ബുദ്ധിക്കുറവുണ്ട്. അറക്ക പണ്ടൊരു കുതിര ഉണ്ടായിരുന്നു. അതിനെ നോക്കാനാ ഓനാടെ വന്നേ. കുതിര ചത്ത പിന്നെ അതിനെ അന്വേഷിച്ച് കിടക്കല രാവകല് പണി. പാവം, ഓനെ ഉപദ്രവിക്കണ്ടായിരുന്നു. ഇന്നലെ കൊണ്ടുവന്ന് സായിപ്പിനും കറക്കി വിടും. ഓനെ കൂട്ടാനാ തങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് നാവുന്നു. ഈടെ കിടന്നിരുന്നാൽ ഇതൊക്കെ വരൂ. രാത്രിയിൽ ചുറ്റിത്തിരിയണ്ടെന്ന് എത്ര പറഞ്ഞതാ, കേട്ടിട്ട് വേണ്ടേ? പോലീസുകാർ അദ്രുമാനിക്ക് എങ്ങനെ പിടിച്ചേ? ഞാൻ അറക്കൽ അമ്പലത്തിന്റെ പറമ്പിലൂടെ നടന്നതാ. പെട്ടെന്നൊരു പോലീസുകാരൻ മുമ്പിലോട്ട് ചാടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഏടെ പോന്നടാ നായിന്റെ മോനെ. ഞാൻ പേടിച്ചു പോയി. ഒരു വീണ്ടും ചോദിച്ചു, എന്താ എന്റെ പേര്? ഞാൻ പേര് പറഞ്ഞു. അപ്പാ ഒരു പറയാ, നീ അമ്പലം പൊളിക്കാൻ നിനക്ക് കൂടെയല്ലേ കേറുവണ്ടിയിലെന്ന് എന്നും പറഞ്ഞോണ്ട് എന്റെ അടിയോടടി. ഓരോടും ഞാൻ പറഞ്ഞതാ, നായിന്റെ കുയിരനെ നോക്കി വന്നതാന്ന്. അപ്പൊ ഒരു പറയാ, അമ്പലത്തിലാണോടാ കുയിരാന്ന്. എന്നിട്ട് പിന്നെ അടിച്ചു. കുറി അങ്ങനെ ചെറുതായിട്ടൊന്നും കാണരുത്. കുത്തിത്തിരിപ്പ് വരെ കുറെ ഏറെയാ. അത് പിന്നെ മുന്നേ കൊല്ലങ്ങളിലും ഉണ്ടാകാറില്ലേ. നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് നിന്നാ മതി. കൂടുതൽ മുൻകരുതലെടുക്കുമ്പോഴാ ഓർക്കും സംശയം തോന്നാം. എല്ലാം പതിവ് പ്രകാരം നടക്കട്ടെ എന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ പോരെന്നാ കമ്മിറ്റിക്കാർ ചിലർ പറയുന്നത്. ആനക്കും താലപ്പൊലിക്കാർ പെണ്ണുങ്ങൾക്കൊക്കെ പള്ളിയുടെ മുമ്പ് കൂടെ നടന്നു പോകേണ്ടതല്ലേ. മാനക്കേരുണ്ടാവരുത്. തങ്ങൾക്കറിയാലോ നിങ്ങളെ കൂട്ടത്തിൽ മാറി ചിന്തിക്കുന്നവരുണ്ടെന്ന കാര്യം. അതിനിപ്പോൾ ഞങ്ങളും നിങ്ങളൊന്നൊന്നും പറയണ്ട. എല്ലാ കൂട്ടക്കാരിലും കാണും. പക്ഷേ നമ്മളീടെ ഒന്നിച്ചല്ലേ ഇതുവരെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. പള്ളിയുടെ മുമ്പ് കൂടെയുള്ള ആന എഴുന്നള്ളത്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ലോ. ആരെങ്കിലും തടഞ്ഞോ ഇതുവരെ? ഈടെല്ലാവരും ഇപ്പോഴും ഒന്നിച്ചുണ്ട്. പിന്നെന്താ? ഹിന്ദുക്കളുടെ പരിപാടിയല്ലേ, പിന്നെന്തിനാ അഹിന്ദുക്കളെടുക്കുന്ന പിരിവെടുക്കുന്നതെന്നാ ഒരു കൂട്ടരുടെ ചോദ്യം. അപ്പോൾ ഇക്കുറി അഹിന്ദുക്കളുടെ കലാപരിപാടികളും ഇല്ലാന്നുണ്ടാ? ഞങ്ങളോടൊന്നും തോന്നരുത്, അതാ തീരുമാനം. ആരായി തീരുമാനങ്ങൾ എടുക്കുന്നത്? നമ്മളൊക്കെ തന്നെയല്ലേ. കഴിഞ്ഞ കാലമൊന്നും മറക്കരുത്. ശരിയാ, അന്ന് നമ്പ്യാരുണ്ടായിരുന്നു. ഒരാളില്ലാണ്ടാവുമ്പോഴേ ഓരുടെ വില നമ്മൾ അറിയൂ. കുട്ടിയുടെ കൂത്തില്ല എന്ന് വെച്ചാലും ഒന്നുമില്ല. പക്ഷേ കുട്ടികളുടെ മനസ്സാണ് നമ്മൾ മുറിക്കുന്നത്. അത് പിന്നെ എപ്പം മുറി കൂടാനാ? ദേഷ്യം തോന്നരുത്. എല്ലാവരെയും ഒത്തുകൊണ്ടുപോണ്ടേ. കൂടെ നിൽക്കുമ്പം ഞങ്ങൾക്കും വേറെ വഴിയില്ല. കലാപത്തിൻ്റെ കഥയൊക്കെ ബല്യതങ്ങളാണ് പറഞ്ഞതെന്ന്. അറയ്ക്കൽ ആണുങ്ങളുണ്ട്, ഈടെ ലഹളയൊന്നും ഉണ്ടാവരുതെന്നേ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളൂ. കുട്ടിക്ക് വിഷമാവും. എല്ലാ കൊല്ലവും നടത്തുന്നതല്ലേ. പരിശീലനം ഇക്കൊല്ലവും തുടങ്ങിയിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട. പിന്നെ പിരിവിൻ്റെ കാര്യം, പെരുന്നാളിന് സക്കാത്ത് കൊടുക്കാറില്ലേ, അതുപോലെ നേർച്ചയായിട്ട് മേടിച്ചാൽ മതി. പിരിവാക്കണ്ട. നിങ്ങൾക്കറിയോ എന്തോ, വലിയതങ്ങടെ കാലം വരെ ഈ അമ്പലം ഈടത്തെ സ്വത്തായിരുന്നു. അമ്പലത്തിലെ ചെലവിനുള്ള തുക കൊടുത്തോണ്ടിരുന്നത് വീടുന്ന. ഞാനായിട്ടാ അമ്പലവും അമ്പലംബക സ്ഥലവും നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത്. ഇപ്പം അത് തെറ്റായെന്നും തോന്നുന്നില്ല. പറ്റില്ലുപ്പാ, ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി. കോളേജിൽ നിന്ന് കൂട്ടുകാരൊക്കെ വരൂലേ, ഇനിയിപ്പം ഇല്ലാന്ന് പറഞ്ഞ നാണക്കേടാ. ഇവിടെ രാഷ്ട്രീയ കളിക്ക് നമ്മൾ കൂട്ടു നിൽക്കണോ? ബായടക്കരി ഓടെ ഒരു രാഷ്ട്രീയം പറിച്ചിട്ട് നമ്മളായിട്ട് ഈടെ ഒരു കുഴപ്പം വേണ്ട. ഉത്സവ പറമ്പിൽ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് കരുതി ബേജാറാവാതെ നമുക്ക് വേറെ എവിടെയെങ്കിലും നടത്താം. മദ്രസയുടെ യോഗത്തിൽ തങ്ങളെപ്പറ്റിയും ചില വർത്താനമുണ്ടായി. തങ്ങളോട് ഇതിനെപ്പറ്റി പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പറയണോട് വിഷമം തോന്നരുത്. സമുദായത്തിൻ്റെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങളൊക്കെ വേണമെന്നാ തീർപ്പ്.
വേഷത്തിൻ്റെയും ആചാരത്തിൻ്റെയും കാര്യത്തിലൊക്കെ. ഇവിടുത്തെ കുട്ടികളെ പറ്റിയും ചില പരാതിയുണ്ട്. കുഞ്ഞാല് വള്ളിയിൽ വരാറില്ല. അതിന് ഓനിവിടില്ലല്ലോ. വീട് ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. പൂക്കുഞ്ഞാടെ ഇലക്ഷന് നമ്മളെ ഒരാളെ തോപ്പിച്ച്. രണ്ടായാലും ഉമ്മടെ കൂട്ടാണല്ല. പറഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് വേണ്ടാതെ കരുതി പറയാ. ചെറുപ്പക്കാർ വല്ല കുസൃതിയും കാണിച്ച തറവാട്ടുകാരല്ലേ. പെൺകുട്ടികളുടെ വേഷത്തിലും ചില തീരുമാനങ്ങളുണ്ട്. പൂക്കുഞ്ഞിയുടെ കാര്യത്തിൽ അതിലും ചിലരൊക്കെ പരാതി പറഞ്ഞു. മാറ് മറക്കാതെ കിടന്ന ഹിന്ദു പെണ്ണുങ്ങളെ ബലമായിട്ട് മാറ് മറപ്പിച്ചത് ഈടത്തെ ബലിതങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുസ്ലിം പെണ്ണുങ്ങളെ തട്ടമിടിക്കുന്ന പണി ഉമ്മക്ക് ഏറ്റെടുക്കാം. തമാശയല്ല തങ്ങളെ. ഇപ്പോഴത്തെ പിള്ളേരോട് പാരമ്പര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓല് വിചാരിക്കും പോലെ നടക്കൂ. അതാ പറഞ്ഞ്. പൂക്കുഞ്ഞെന്തിന് അമ്പലത്തെ പരിപാടിക്ക് നിർബന്ധം പിടിക്കുന്നത്? കമ്മിറ്റിക്കാരത് വേണ്ടെന്ന് വെച്ചല്ലേ? കമ്മിറ്റിക്കാരുടെ ഇടയിലും ചില ഭിന്നതയൊക്കെ ഉണ്ട്. അതാ ഒരു വീണ്ടും യോഗം വിളിച്ചിരിക്കുന്നത്. എന്താ തീരുമാനമെന്നറിയട്ടെ. സന്തോഷമായില്ലേ? ആ കമ്മിറ്റി ഒന്ന് പിരിച്ചുവിടാൻ കുട്ടികൾ പെടാപ്പാടുപെട്ടു. എന്നാലും കാര്യം നടന്നല്ലോ. അല്ലേലും അവന്മാരത് പിടിച്ചെടുത്തേനെ. ബേക്കുട്ടി കാലത്ര നല്ലതല്ല. ഭ്രാന്ത് പിടിച്ച കുറേ പേരുണ്ട്. ഓരാ ചെറുബാല്യക്കാരെ കൂടി പറഞ്ഞു തിരിക്കുന്ന. അതുകൊണ്ട് ബക്കാണത്തിനൊന്നും പോണ്ട എന്ന് വെച്ച് ഓര് പറയുന്നൊക്കെ നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കണോ? എന്നല്ല ഞാൻ പറഞ്ഞ്. വഴി തെറ്റിക്കുന്നവർക്ക് കുറച്ച് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇപ്രാവശ്യം ഐശ്യൻ്റെ കഥ വേണ്ട. അമ്പലപ്പറമ്പിലാവുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. അയ്യോ ചതിക്കല്ലേ. എനിക്ക് വേറെ കഥയൊന്നും അറിയൂല. ഒരു സംശയം ചോദിക്കാൻ ആശാനുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നീ ആ രാജാത്തിയുടെയും ജിന്നിൻ്റെ കഥ കളിക്ക്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. പഠിപ്പുര അടച്ചോ? ഓ, ഞാനിത് മറന്ന് പോയി അടച്ചിട്ടും വരാം. ആ പിരാന്തൻ ഇനിയും വന്നില്ലേ? അദ്രമാന ഈടങ്ങും ആരും കണ്ടതായി പറയുന്ന കേട്ടില്ല. ഓനിന് വല്ലതും പറ്റിയ? വിശക്കുമ്പോ ഇങ്ങോട്ട് തന്നെ പോന്നോളൂ. വെറുതെ ഇരുന്ന് തിന്നാൻ ഇവിടെ അല്ലാതെ എവിടെ പറ്റും? ഓരോരുത്തരായി നമ്മളെ ഇട്ടേച്ച് പോന്നു. അത്യാവശ്യത്തിന് ഒരാളില്ല എന്ന മട്ടായി. വരുന്നില്ല എന്നാറ്റം ഉറപ്പിച്ചോ? നിങ്ങൾ പോയിട്ട് വാ. ബി കുട്ടിയുടെ കൂട്ടുകാരെല്ലാം രാത്രി ഈടിയാ കിടക്കുന്നേ. ഓർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണ്ടേ? പാത്തൂനെ കൊണ്ട് എല്ലാത്തിനും കഴിയൂ. ഞാനോടുണ്ടേ ഒക്കെ ഒരു സഹായമാവും. കൂടെ കൊണ്ടു നടക്കാൻ ഒരാളില്ല. ബുദ്ധിയിലേലും ഭദ്രമാനൊരു കൂട്ടായിരുന്നു.
കത്തണ കണ്ടില്ലേ? പടരണ ഓല പൊളിച്ച് മാറ്റ്. പണ്ട് പണ്ട് പെരുത്ത് പണ്ടൊരു രാജാത്തി ഉണ്ടായിരുന്നു. രാജാവിൻ്റെ മകളായ രാജാത്തി. കൊട്ടാരത്തിൻ്റെ ജീവൻ, രാജ്യത്തിൻ്റെ ജീവൻ. വലിയ രാജാത്തി അവൾക്ക് ഉറക്കം വരുന്നത് വരെ കഥകൾ പറഞ്ഞു കൊടുത്തു. ജിന്നിൻ്റെ കഥകൾ, മലക്കുകളുടെ കഥകൾ, ഷേഖന്മാരുടെ കഥകൾ, പള്ളികളുടെയും പള്ളിപ്പറമ്പുകളുടെയും കഥകൾ. കഥകൾ കേട്ട് കേട്ട് രാജാത്തി ഉറങ്ങി. കഥകൾ കേട്ട് കേട്ട് രാജാത്തി തളർന്നു. കഥകൾ കേട്ട് കേട്ട് രാജാത്തി വളർന്നു.